എല്ലാവരും അനുവാദത്തോടുകൂടി നമ്മുടെ ചടങ്ങുകൾക്ക് സംരംഭം കുറിച്ചുള്ള പതാക ഉയർത്തൽ എന്താണ്? കൈയെങ്കിലും കൊണ്ട് ജയ് ജയ് പിതൃവേദി, ജയ് ജയ് മാതൃവേദി, ഒന്നു ചേർന്നു നാം ഏറ്റു ചൊല്ലിടണം. ജയ് ജയ് പിതൃവേദി, ജയ് ജയ് മാതൃവേദി, കുടുംബമാകും വിളഭൂമിയതിൽ വിയർപ്പൊഴുക്കാൻ നമ്മെ കുടുംബനാഥൻ രക്ഷകനീശോ വിളിച്ചു ചേർത്തത് സത്യം. കുടുംബമാകും വിളഭൂമിയതിൽ വിയർപ്പൊഴുക്കാൻ നമ്മെ കുടുംബനാഥൻ രക്ഷകനീശോ വിളിച്ചു ചേർത്തത് സത്യം. പോകാം തിരുവഴിയിൽ നവീകരിക്കാം ലോകം, ഒന്നു ചേർന്നിന്നു നാം ഏറ്റു ചൊല്ലിടണം. ജയ് ജയ് പിതൃവേദി, ജയ് ജയ് മാതൃവേദി, തിരുക്കുടുംബം മാതൃകയല്ലോ ത്രിയേക ദൈവം ശക്തി. തിരഞ്ഞെടുത്തു പ്രേക്ഷിതരാക്കി തിരുസഭയാകും വയലിൽ. തിരുക്കുടുംബം മാതൃകയല്ലോ ത്രിയേക ദൈവം ശക്തി. തിരഞ്ഞെടുത്തു പ്രേക്ഷിതരാക്കി തിരുസഭയാകും വയലിൽ. പോകാം തിരുവഴിയിൽ നവീകരിക്കാം ലോകം, ഒന്നു ചേർന്നിന്നു നാം ഏറ്റു ചൊല്ലിടണം. ജയ് ജയ് പിതൃവേദി, ജയ് ജയ് മാതൃവേദി, ഒന്നു ചേർന്നിന്നു നാം ഏറ്റു ചൊല്ലിടണം. ജയ് ജയ് പിതൃവേദി, ജയ് ജയ് മാതൃവേദി, ജയ് ജയ് പിതൃവേദി, ജയ് ജയ് മാതൃവേദി. സമയം കളയാതെ പോകണ്ടേ?
നമ്മുടെ സമ്മേളനം നമ്മൾ ആരംഭിക്കുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥനയ്ക്കായി നമുക്ക് എല്ലാവർക്കും വന്നിട്ട് സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുന്നതിനായി പിതൃവേദിയുടെ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ ജോസ് തലത്തിനെ ക്ഷണിച്ചു.
സ്നേഹബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയങ്കനായ വികാരിയച്ഛൻ റവറൻഡ് ഫാദർ വർഗീസ് കൈതപ്പറമ്പിൽ, നമ്മുടെ സഹവികാരി ഫാദർ ജസ്റ്റിൻ, നമ്മുടെ അസിസ്റ്റന്റ് വികാരി ഫാദർ വർഗീസ്, നമ്മുടെ സംഘടനയുടെ ആനിമേറ്റർ സിസ്റ്റർ ലിസ്യു, നിയുക്ത പ്രസിഡന്റുമാര്, പുതിയ ഭാരവാഹികള്, സ്നേഹമുള്ള ഈ സംഘടനയുടെ കുടുംബാംഗങ്ങള്, ഇത്തിക്കാലത്ത് മാതൃപിതൃവേദി യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അഭിമാനത്തിന്റെ നിമിഷങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തതുപോലെ തന്നെ പുതിയ തെരഞ്ഞെടുപ്പിലൂടെ പുതിയ ഭാരവാഹികളെയും അതോടൊപ്പം തന്നെ നമുക്ക് പുതിയ ഡയറക്ടറേറ്റിനെയും പുതിയ ആനിമേറ്ററെയും ഒക്കെ കിട്ടി, പുതിയ ഭാരവാഹികളെ. അപ്പൊ പുതിയ പുതിയ ആശയങ്ങളും പുതിയ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുവാനുള്ള നല്ലൊരു സാഹചര്യം തന്നെ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ യൂണിറ്റ് തുരുത്തി ഭവനയിലെ 10 യൂണിറ്റുകളിലുള്ളതിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു യൂണിറ്റ് തന്നെയാണ്. സംഘടനാ തലത്തിലുള്ള പ്രവർത്തനങ്ങള്, നമ്മുടെ മത്സരങ്ങളിലെ കലാവേദികളിലൊക്കെ നമ്മൾ തിളങ്ങി നിൽക്കുന്നതാണ് തിത്താനം യൂണിറ്റ്. ആ പ്രവർത്തനങ്ങളിൽ ഒരുപടി കൂടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പുതിയ ഭാരവാഹികൾക്ക് സാധിക്കണം, അവരതിന് ശ്രമിക്കണം എന്നെനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. നമ്മളുടെ യൂണിറ്റ് ഒരു കാരണവശാലും പുറകോട്ട് പോകാനായിട്ട് പാടില്ല. എല്ലാവരും സഹകരിക്കാൻ തയ്യാറാണ്. പഴയ ഭാരവാഹികളാണെങ്കിലും മെമ്പർമാരാണെങ്കിലും എല്ലാം നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ട് നമുക്ക് ഇതിനെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കണം. അതിനുവേണ്ടി പുതിയ ഭാരവാഹികൾക്ക് എല്ലാ ആശംസകൾ ഞാൻ നേരുകയാണ്. അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്തുണകളും നേരുന്നു. നമുക്കൊക്കെ അറിയാവുന്നവർക്ക് തന്നെ നമ്മുടെ വിശുദ്ധ കുർബാനയിൽ പറയുന്ന ഒരു വാക്യമുണ്ട്, അവർണ്ണനീയമായ ഈ ദാനത്തെ പ്രതി കർത്താവെ അങ്ങേക്ക് സ്തുതി. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരും കേട്ടിട്ടില്ല. ഭാഗ്യം. അപ്പൊ ഞാൻ പറയാൻ വന്നത്, വിശുദ്ധ ബലിയില് നമ്മൾ പറയുന്നതിലെ പ്രധാനപ്പെട്ട വാചകങ്ങളിൽ ഒന്നാണ് അവർണ്ണനീയമായ ഈ ദാനത്തെ പ്രതി കർത്താവെ അങ്ങേക്ക് സ്തുതി. ഇടവകയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വന്നിരിക്കുന്ന പുതിയ വികാരിയച്ഛന് തീർച്ചയായിട്ടും അവർണ്ണനീയമായ ദാനമാണ്, പഠനങ്ങൾക്ക് അതീതമാണ്. സംഘടനയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഡയറക്ടർ അച്ഛൻ, അതും അവർണ്ണനീയമായ ദാനമാണ്. നമ്മുടെ അസിസ്റ്റന്റ് വികാരിയച്ഛന് ദാനമാണ്. നമുക്ക് കിട്ടിയ സിസ്റ്റം, അതും അവർണ്ണനീയമായ ദാനമാണ്. ഇനി കുടുംബജീവിതം നയിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരാണ് ഈ അവർണ്ണനീയമായ ദാനം? ഒന്ന് ചിന്തിച്ചു നോക്കുക. ഞാൻ പറയാൻ തന്നെ ആൻസർ ഉണ്ടാകണം, ഉണ്ടായേ പറ്റൂ. നമ്മൾ കുടുംബവർഷം ഉദ്ഘാടനം ചെയ്തിരിക്കുക. കുടുംബത്തിന്റെ മറിവുകളെ പറ്റി നമ്മൾ പ്രസംഗിക്കാൻ പോകുന്നത്, അല്ല മനസ്സിലാക്കാൻ പോകുന്നത്, അല്ല ധ്യാനിക്കാൻ പോകുന്നത്, ധ്യാനമൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അവർണ്ണനീയമായ ദാനത്തെ പ്രതി കർത്താവെ അങ്ങേക്ക് സ്തുതി എന്ന് മനസ്സിൽ പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിത പങ്കാളിയെ പറ്റി അത് ആത്മാർത്ഥമായിട്ട് പറയാൻ സാധിക്കുമോ എന്ന് എനിക്കൊരു ചോദ്യമുണ്ട്. എനിക്ക് കിട്ടിയ അവർണ്ണനീയമായ ദാനം എന്ന് പറയുന്നത് എന്റെ ജീവിത പങ്കാളിയാണ്. അത് ആത്മാർത്ഥമായിട്ട് പറയാൻ എത്ര പേരുണ്ട്? അത് കൈവക്കാവുമ്പോ വികാരിച്ചാണ്, കൈവക്കാൻ എല്ലാവരും കാണും, ഫ്രണ്ടിലാരും നോക്കുന്നില്ല. അത്രയും ഭാഗ്യം. ഇനി നമ്മുടെ ജീവിത പങ്കാളികളെ നമുക്ക് അവർണ്ണീയമായ ധ്യാനം, ആ ദാനം എന്നെ സംശയം, അതുകൊണ്ടാ എനിക്ക് മനസ്സിലായി അവൻ എന്നെ സംശയമാണ്. നേരെ മറിച്ച് നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് തന്നിരിക്കുന്ന ജീവിത പങ്കാളികളെ നമ്മൾ തീർച്ചയായിട്ടും ദൈവം തന്നിരിക്കുന്ന അവർണ്ണീയമായ ദാനമാണ്. ഇനി കുടുംബമാകുന്ന നമുക്ക് തന്നിരിക്കുന്ന ദാനം ഏതാ? നമ്മുടെ മക്കളാണ്, അല്ലേ? നമ്മുടെ ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ ദാനം മക്കളെ, അല്ലേ? ആണ്. മക്കളെ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ കുടുംബം ഭദ്രമാകണമെങ്കിൽ ഈ പറഞ്ഞ അവർണ്ണീയമായ ദാനങ്ങളെല്ലാം ഒന്നിച്ചു കൂടണം. മാതാപിതാക്കൾ എന്ന നിലയിൽ ഒരു കുടുംബം നന്നായി കൊണ്ടുപോകാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഈ മാതൃപിതൃവേദിയിലെ അംഗങ്ങൾ. കുടുംബത്തിന് ഭദ്രതയില്ലെങ്കിൽ, ജോസഫ് അച്ഛൻ പറഞ്ഞതുപോലെ, കൂടുമ്പോൾ ഇമ്പമുള്ളത് കുടുംബമാണെങ്കിൽ കൂടുമ്പോൾ ഇമ്പമില്ലാത്തത് ഭൂകമ്പമാണ്. അതുപോലെ അറിയത്തില്ലേ? അപ്പൊ ഈ ഭൂകമ്പം ആകാതിരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബങ്ങളെ നവീകരിക്കണം. ഞാനിത് പറയാനുണ്ടായ കാരണം, കുടുംബ വർഷം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുക കഴിഞ്ഞ ദിവസം വികാരിച്ച പള്ളിയിലെ അച്ഛന്മാരെല്ലാം. അപ്പൊ മാതൃപിതൃവേദി തീർച്ചയായിട്ടും കുടുംബത്തിന്റെ അടിത്തൂണുകളാണ്. കുടുംബങ്ങൾ നന്നായാലേ നമ്മുടെ സഭ നന്നാവുകയുള്ളൂ. നമ്മുടെ സഭ നന്നാകണം, നമ്മുടെ ഇടവക നന്നാകണം, നമ്മുടെ യൂണിറ്റ് നന്നാവണം.
അപ്പൊ നമ്മുടെ മക്കളുടെ കാര്യങ്ങളിലേക്ക് ഞാൻ വന്നു. കുടുംബത്തിൽ അവർണീയമായിട്ട് ലഭിച്ചിരിക്കുന്ന ദാനങ്ങളാണ് മക്കള്. ഈ മക്കളെ നല്ല രീതിയിൽ കൊണ്ടുവരുന്നതിനായിട്ട് മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ നമ്മളുടെ കടമകൾ നമ്മൾ നിറവേറ്റുന്നുണ്ടോ? ചോദ്യമാണ്. ഉണ്ടെന്നല്ല പറയാം അല്ലെ? എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്ന് പറയുമ്പോഴേ, കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഒരു ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ ഒരു ആശയം, ഈ നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഒറ്റ ഒരു ഓഫീസ് വിളിച്ചെന്നാൽ പോലും, പഞ്ചായത്ത് ഓഫീസായാലും വില്ലേജ് ഓഫീസായാലും ബാങ്കുകളായാലും സ്വകാര്യ ധനമിടപാട് സ്ഥാപനങ്ങളായാലും സർക്കാർ ഓഫീസുകളായാലും പോലും കത്തോലിക്കരായ ഒരാളെ പോലും ജോലിക്കാരെ കാണാനില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഞാൻ ഈ പറയുന്നത് ശരിയാണോ എന്ന് ചിന്തിച്ചു നോക്കും. എത്ര ഓഫീസുകളിൽ 1000 ചില്ലുവാനം ഇടവകക്കാരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇരിത്താന ഇടവകയിൽ നിന്ന് ഏതാണ്ട് 1200ഓളം പേർ താമസിക്കുന്ന ഈ ചുറ്റുവട്ടത്തു നിന്ന് എത്ര മക്കളുണ്ട് സർക്കാർ ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവര്? ആരുടെയെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ആരുമില്ല. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, കുടുംബത്തിന്റെ നന്മ മക്കളിലൂടെ കടന്നു വന്ന് മക്കളിലെ ഈ നാട്ടിൽ നിർത്താതിരുന്നുകൊണ്ട് സഭയെ പിന്തുണയ്ക്കാനായിട്ട് നമ്മൾ ഇറങ്ങി തിരിച്ചിരിക്കുക. അപ്പൊ ഉരുത്തിരിഞ്ഞ ആശയം ഇതായിരുന്നു, കത്തോലിക്കർ അല്ലാത്തവരുടെ എല്ലാവരുടെയും മക്കൾ ഈ നാട് തന്നെയാണ്. നമുക്ക് തന്നെ അറിയാം, റിസർവേഷനുകൾ വഴി നമ്മുടെ റിസർവേഷന് വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം സമരം ചെയ്തതാണ്, നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ചതാണ്. റിസർവേഷനുകൾ ഈ മറ്റുള്ള സമുദായക്കാർ മുഴുവൻ സർക്കാർ ജോലികളിൽ ഇടപെടിക്കുക. അതിന് നമ്മൾ പരിഹാരം കണ്ടേ പറ്റുള്ളൂ. 10ാം ക്ലാസ് പാസ്സാകുമ്പോഴേ നമ്മുടെ മക്കളുടെ ചിന്ത എങ്ങനെയെങ്കിലും 12ാം ക്ലാസ് ജയിച്ച് ഇവിടുത്തെ കാനഡയ്ക്ക് പോകണമെന്നാണ്. അപ്പനും അമ്മയും ലോൺ എടുത്താണെങ്കിലും അല്ലെങ്കിൽ സാമുദായിക നന്മ അല്ലെ സമൂഹത്തിന്റെ നന്മ അല്ലെ കുടുംബത്തിന്റെ നന്മ എന്ന് അവർക്ക് പ്രധാനമല്ല. അത് മാതാപിതാക്കളുടെ കുറ്റമല്ലേ എന്ന് ഒരു പരിധി വരെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മുടെ ബോധവൽക്കരണത്തിലൂടെ നമ്മുടെ മക്കളെ ഇവിടെ തന്നെ നിർത്തുവാനും, ഇന്നത്തെ ശമ്പള സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഗൾഫിന്റെ സെയിം, ഞാനും ബന്ധപ്പോഴൊക്കെ ഗൾഫിൽ പോയിട്ടുള്ളതാണ്. ഗൾഫിന്റെ സെയിമായിട്ടുള്ള ശമ്പള സ്കെയിൽ ആജീവനാന്ത പെൻഷനാണ്. എങ്ങനെ നമ്മൾ സഭയെ ധന്യമാക്കും? എങ്ങനെ നമ്മുടെ സമുദായത്തെ ശക്തീകരിക്കും? സമുദായത്തെ ശക്തീകരിക്കുവാനും സഭയ്ക്ക് പിന്തുണ തരാൻ കടപ്പെട്ടവരാ മാതൃപിതൃവേദി. അപ്പൊ നമ്മൾ എന്തേ ചെയ്തു പറ്റുള്ളൂ? നമ്മളിവിടെ അവർക്ക് വേണ്ടി ഒരു കരിയർ ഗൈഡൻസ് പ്രോഗ്രാം നടത്തുകയുണ്ടായി. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി 12ാം ക്ലാസ് ജയിച്ചവർക്ക് വേണ്ടി, 10ാം ക്ലാസ് ജയിച്ചവർക്ക് വേണ്ടി കരിയർ ഗൈഡൻസ് പ്രോഗ്രാം നടത്തി. എത്ര പേർക്ക് പങ്കെടുക്കാൻ പറ്റും? ഒന്നും പറ്റിയില്ല. അതാണ് നമ്മുടെ പരാജയം. നമ്മുടെ പ്രായപൂർത്തിയായ മക്കൾക്ക് വേണ്ടി ഇവിടെ സെമിനാറുകൾ നടത്തി. എത്ര പേര് പങ്കെടുത്തു? അപ്പൊ നമ്മളുടെ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നത്, ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിന് തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചർച്ചയ്ക്കായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ വിചിന്തനത്തിനായിട്ട് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മളുടെ സഭയില് നമ്മളെ ഇന്ന് കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ക്യാൻസർ എന്ന് പറയുന്നത്, ഏറ്റവും വലിയ മാരക രോഗം എന്ന് പറയുന്നത് നിശബ്ദത എന്ന ക്യാൻസറാണ്. നിശബ്ദതയാണ്. കത്തോലിക്ക സഭ ആർക്ക് എന്തും പറയാം, എങ്ങനെ ആക്രമിക്കാം. മറിച്ച് അവരെ ആക്രമിച്ചാൽ, അല്ലെങ്കിൽ നമ്മളെ ആക്രമിച്ചാൽ, നമ്മുടെ സമുദായത്തെ ആക്രമിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ പുരോഹിതരെ ആക്രമിച്ചാൽ, നമ്മുടെ മേലധികാരിയെ ആക്രമിച്ചാൽ, നമ്മൾ ദൈവവചനം പറഞ്ഞ് വീട്ടിലിരിക്കും. ആരും മുന്നിട്ട് ഇറങ്ങുന്നില്ല. നിശബ്ദതയാണ് നമുക്ക്. എന്ത് വേണേലും ആകാം. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കിന് നമ്മുടെ സമുദായത്തിന്റെ സ്ഥാപനങ്ങളെ ഒന്നടങ്കം ആക്രമിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സമുദായത്തിന്റെ, നമ്മുടെ മേലധികാരിയെ ഒന്നടങ്കം അടച്ചവശേപിക്കുക. അതിൽ നമ്മളും അറിയാതെ പങ്കാളികളാകുന്നില്ലേ എന്ന് ചിന്തിക്കണം. ഞാനിത് പറയാനുണ്ടായ കാരണം, ഏതെങ്കിലും ഒരു മൂലയ്ക്ക് വൈദികനോ ഒരു സിസ്റ്റമോ എന്തെങ്കിലും ഒരു അപാകത സംഭവിച്ചാൽ അത് വാട്സപ്പിലേക്ക് വന്നാൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആദ്യം പേസ്റ്റ് ചെയ്യുന്നത് ഞാനായിരിക്കും, അല്ലേ? എന്റെ പോസ്റ്റ് വേണം ആദ്യം എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പോകാൻ എനിക്ക് വാശിയാണ്. ഞാൻ പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റ് നിമിഷങ്ങൾക്കുള്ളിൽ ആയിരങ്ങൾ, 10,000ങ്ങൾ, ലക്ഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുക. അതിന്റെ അടിയിൽ ഒരു അടിക്കുറിപ്പ് കാണും, നിങ്ങൾക്ക് കിട്ടുന്ന ഈ മെസ്സേജ് എല്ലാ ഗ്രൂപ്പിലും പോസ്റ്റ് ചെയ്യണം. പിന്നെ ഞാനൊന്നും നോക്കത്തില്ല. ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും 2ാമതാൾ പോസ്റ്റ് ചെയ്തിരിക്കും. പാരിശേഷിപ്പോഴും അങ്ങനെയാ. ഒരു മരണം ഇട്ട ഒരു 15 മിനിറ്റുള്ളിൽ 4-5 പേര് സെയിം പോസ്റ്റ് ഇടും. അവർ നോക്കുന്നില്ല പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ ഇല്ലയോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതാണ്, അങ്ങനെയുള്ള അപകീർത്തിപ്പെടുന്ന മെസ്സേജ് വന്നാൽ പോലും നമ്മൾ അതിന്റെ കാര്യഗൗരവങ്ങൾ മനസ്സിലാക്കാതെ നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പ്രചരിപ്പിച്ച് നമ്മളുടെ സഭയ്ക്ക് തന്നെ പാരയായി മാറുന്നു. അപ്പൊ അങ്ങനെയുള്ള
കാര്യങ്ങളിലേക്ക് ഞാൻ അഗാധമായിട്ട് കടക്കുന്നില്ല. ഓരോ കാര്യങ്ങളും ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ചില കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ വീട്ടിൽ നിന്ന് ആലോചിച്ചപ്പോൾ ഒത്തിരി സമയം കിട്ടില്ല. എന്നാലും ചിലതൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ അറിയാതെ പറഞ്ഞു. സ്വാഗത പ്രസംഗം എനിക്കൊന്നും എന്റെ സമയം അതിക്രമിച്ചു എന്നും എനിക്കറിയാം. ഇനി ഞാൻ കണ്ടതിൽ ഒരു സുപ്രധാനമായിട്ട് ഒരു വാചകം തന്നെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. സമ്പത്തല്ല പ്രധാനം, സമാധാനപരമായ ജീവിതമാണ് സന്തോഷം നൽകുന്നത്. തീർച്ചയായിട്ടും അതാ നമ്മൾ സമ്പത്തിന്റെ പുറകെ ഓട്ടോ. നമ്മുടെ മക്കൾക്ക് സൗഭാഗ്യം കൊടുക്കണം. നമുക്ക് മക്കൾക്ക് സുരക്ഷിതത്വം പോരാ, അവർക്കുള്ള ആ ചെലവ് പോരാ, അവർക്കുള്ള ആ സുഖതോന്യത പോരാ. ആ മക്കൾ ഒരു പരിധി കഴിയുമ്പോൾ നമ്മളെ വിട്ടു പോകുന്നു. ആർക്കെങ്കിലും ഒക്കെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ചിന്തിച്ചോ? ശരിയല്ലേ? അപ്പൊ അങ്ങനെയുള്ള അവസരത്തില് തീർച്ചയായിട്ടും മാതൃപിതൃവേദി എന്ന സംഘടനയ്ക്ക് ഉത്തരവാദിത്തപ്പെട്ട കടപ്പാടുകളുണ്ട്, ഉത്തരവാദിത്തപ്പെട്ട ബാധ്യതകളുണ്ട്. മക്കളോടും തന്റെ ജീവിത പങ്കാളിയോടും വികാരിയച്ഛനോടും എന്നുവേണ്ട ഈ സമൂഹത്തോടും നമ്മുടെ സമുദായത്തിനോടും നമ്മുടെ സഭയോടുമുള്ള കടപ്പാടുകൾ മറക്കാതിരിക്കുക. ഇനി ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് ഇട്ടക്കുകയാണ്. ഇനി നമ്മുടെ സ്നേഹബോധപ്പെട്ട വികാരിയച്ഛനെ എല്ലാവർക്കും അറിയാവുന്ന 6 വർഷത്തെ സേവനത്തിന് ശേഷം അയർക്കുന്നത് നല്ല സേവനത്തിന് ശേഷമാണ് ഈ കൊച്ചിടവയിലോട്ട് വന്നിരിക്കുന്നത്. അവിടെ സ്കൂളും അതുപോലുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നല്ല രീതിയിൽ 6 വർഷത്തെ സേവനം ചെയ്ത് അച്ഛന്റെ സേവനത്തിന്റെ വില ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ അച്ഛനെ കൊണ്ടുവന്നാക്കാൻ വന്ന ആൾക്കാരുടെ എണ്ണത്തിൽ നിന്നാണ്. കാരണം ഞാൻ ഇവിടെ വന്നപ്പോൾ അച്ഛനോട് ആദ്യം ചോദിച്ചപ്പോൾ ഞാനും ഒരാൾ മാത്രമേ വരുള്ളൂ എന്നായിരുന്നു. അപ്പൊ അതനുസരിച്ച് കാപ്പിയൊന്നും അറേഞ്ച് ചെയ്തില്ല. വന്നപ്പോ അച്ഛൻ എന്ത് ചെയ്യുന്നത്, ഞാൻ അച്ഛൻ വരാതെ 3:30 വരുന്നു, ഞാൻ അച്ഛന് 3 മണിയോടുകൂടി വന്നു. 3:30, 4:30 ആയിട്ട് അച്ഛൻ വന്നില്ല. അച്ഛൻ ആരും വരണ്ട എന്ന ഇടവകയിലെ കർശന നിർദ്ദേശം കൊടുത്തിട്ടാണ് അച്ഛൻ അവിടെ നിന്ന് ഇങ്ങോട്ട് യാത്ര തിരിച്ചത്. യാത്ര മധ്യ അച്ഛന്റെ വീട്ടിൽ കയറിയ സമയം കൊണ്ട് ഇടവകയിലെ ഒരു 100 ചില്ലാനം വണ്ടികൾ ഇവിടെ എത്തിച്ചേർന്നു. അവരോട് വന്ന് ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. 4:30, 5:30, 6:30, അച്ഛൻ വന്ന് 6:30. കാര്യം അച്ഛൻ വീട്ടിൽ പോയി. അത്രയും സമയം അച്ഛൻ വരാൻ ഏതാണ്ട് 150ഓളം പേര് ഇത്തിത്താന ഇടവകയിൽ അച്ഛനെ കൊണ്ടുവന്നാക്കാൻ വന്നെങ്കിൽ ആ അച്ഛൻ എത്രത്തോളം ബഹുമാന്യനായിരുന്നു ആ ഇടവകയിൽ നിങ്ങൾ ഊഹിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പൊ അത്രയും നല്ല അച്ഛനെ നമുക്ക് കിട്ടിയ അവർണ്ണീയമായ ദാനത്തിന് ഇത്തിത്താന പിതൃവേദി മാതൃവേദിയുടെ പേരിൽ ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മുടെ ജസ്റ്റിൻ താടിക്കലച്ഛനാണ്. അദ്ദേഹം വിദൂരത്ത് നിന്ന് വന്നിരിക്കുന്നത്, തൃശ്ശൂരിൽ നിന്ന്. ഇവിടെ കടയില്ലാത്തോണ്ട് വന്നതാണ്. വന്ന ഉടനെ തന്നെ വികാരിയച്ഛനായിട്ടല്ല ഞാൻ പട്ടം കിട്ടിയത് ഡിസംബറിലാണ്. അപ്പൊ ഒരാഴ്ചക്കാലം നമ്മുടെ വികാരിയച്ഛന്റെ അസാന്നിധ്യത്തില് വികാരിയച്ഛനായിട്ട് ഇത്രയും വലിയ ഇടവയിൽ സേവനം അനുഷ്ഠിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. അച്ഛന്റെ കർമ്മ പദ്ധതികൾ, അച്ഛന്റെ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യാൻ ഇത്തിത്താന ഇടവയിൽ ഒരു വേദിയായതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇവിടെ എല്ലാവരുടെയും പിന്തുണ അച്ഛൻ ഉണ്ടായിരിക്കും. അച്ഛൻ ഞങ്ങളെ കാണുന്നതെന്നൊക്കെ എനിക്ക് ഞങ്ങളുടെ പിന്തുണ. അപ്പൊ അച്ഛനുടെ എല്ലാ പിന്തുണയും ഞങ്ങൾ തരുന്നതായിരിക്കും. 1 വർഷം കൊണ്ട് പോരായിട്ട് നമ്മുടെ വികാരിയച്ഛന്റെ കീഴിൽ വന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും നല്ല രീതിയിലുള്ള ഒരു പ്രോത്സാഹനം ലഭിക്കുന്ന കാര്യത്തിൽ ഉറപ്പുണ്ട്. അപ്പൊ അച്ഛനെയും ഞാൻ നമ്മുടെ മാതൃപിതൃവേദി യൂണിറ്റിന്റെ പേരിലും സിസ്റ്ററിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യും. ഇതിന്റെ ഡയറക്ടറായിട്ട് പുതുതായിട്ട് തിരഞ്ഞെടുത്തത് നമ്മൾ വളരെ വർഗീസ് അച്ഛനാണ്, കിളിയാശ്ശേരി അച്ഛൻ. ഇത്തരം ശരീരം ഇത്ര മതി, ആൾ സ്ട്രോങ് ആണ്. അനുഭവത്തിന് മനസ്സിലായി 2-3 ആഴ്ച ആയുള്ളെങ്കിൽ. അപ്പൊ നമുക്ക് എല്ലാത്തിനും പറ്റിയ ഒരാളെ തന്നെ കിട്ടിയത്. ഒരു സ്വല്പം ഊർജ്ജസ്വലരായിട്ട് മാതൃപിതൃവേദിക്ക് നല്ല ഊർജ്ജം പകർന്ന് നല്ല ഇത് ശരിയായ രീതിയിൽ ഇതിനെ നയിക്കുവാനും വേണ്ട ആധ്യാത്മിക ഉപദേശങ്ങൾ നൽകുവാനും കഴിവുള്ള അച്ഛൻ തന്നെയാണ്. അതിനകത്ത് എനിക്ക് സംശയമില്ല. ചങ്ങനാശ്ശേരിപ്പള്ളി 3 വർഷം ഇരുന്ന അവിടെ നമ്മുടെ ആക്കാമെന്ന കൈക്കാരന്മാരോട് പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് തിരിച്ചു തന്നാൽ ഞങ്ങൾ ഈ മുതൽ ഞാൻ കൊണ്ടുപോകാം. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താ കുഴപ്പമെന്ന് ചോദിച്ചപ്പോൾ മുറിക്കാത്ത AC കിട്ടുന്നു, നമ്മുടെ AC വെച്ചേക്കാം, കൊണ്ടുപോയിട്ട് ഇവിടെ കിട്ടുന്നു. അപ്പൊ പോകാൻ മനസ്സിലായി നമ്മുടെ കൂടെ തന്നെയാണ്. അപ്പൊ നമ്മുടെ സംഘടന നയിക്കുവാനും നമുക്ക് വേണ്ടി നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നമ്മുടെ ഊർജ്ജസ്വലനായ നമ്മുടെ വർഗീസ് കിളിയാശ്ശേരി അച്ഛനെ ഈ സംഘടനയുടെ പേരിലും വ്യക്തിപരമായ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യും. ഇനി നമ്മുടെ ആരോഗ്യ സിസ്റ്ററാണ്. ഇനി എല്ലാവരും ഒറ്റയടിക്ക് പറഞ്ഞ സിസ്റ്ററിനെയും ഈ സംഘടനയുടെ പേരില് സിസ്റ്റർ ലിസുവിനെ പരിചയമില്ലാത്തവർ ആരും കാണുന്നില്ല. ഇത്രയും പ്രായമൊക്കെ ആയതുകൊണ്ട് ചെറുപ്പക്കാർ തന്നെയാണ്. ഇച്ചിരി പ്രായം തോന്നുന്നുള്ളൂ, കുഴപ്പമൊന്നുമില്ല. അത് ഉടുപ്പിനകത്താരുണ്ട്. അപ്പൊ നമ്മുടെ ഇടവക്കാർ തന്നെയാണ്. നമ്മളെ എല്ലാവരെയും കുടുംബപരമായിട്ട് അറിയാവുന്ന ആളാണ്. അപ്പൊ സിസ്റ്ററിനെ തീർച്ചയായിട്ടും നമ്മുടെ സംഘടനയെ നയിക്കുവാനായിട്ട് കഴിയുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പൊ സിസ്റ്ററിനെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഇവിടെ കൂടെ ഇരിക്കുന്നവരുടെ പേരിൽ ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യും. ഇനിയും നമ്മുടെ മാതൃവേദി പ്രസിഡന്റ് ഉണ്ട്, നിയുക്ത പ്രസിഡന്റുമാർ ശ്രീ കോച്ചേരി പിതൃവേദിയുടെ റോസ്ലി ഗുരുവിള, പിന്നെ അതിന്റെ പുതിയ സെക്രട്ടറിമാര് സലേഷ്, ജെസി കൂടത്തിൽ, ബിജു ട്രഷറർ, ടോണി, അങ്ങനെ ഇതിന്റെ പുതിയ ഭാരവാഹികളും പുതിയ എക്സിക്യൂട്ടീവ് അംഗങ്ങളും എല്ലാവരും ഉണ്ട്. ഇതിന്റെ മാതൃപിതൃവേദി അംഗങ്ങളുണ്ട്, പഴയ പ്രസിഡന്റും പഴയ ഭാരവാഹികളുണ്ട്. എല്ലാവർക്കും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ പേരിൽ ഹാർദവമായ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അധ്യക്ഷപ്രസംഗത്തിനായി ഡയറക്ടർ ഫാദർ വർഗീസ് കിളിയാശ്ശേരി
ബഹുമാനപ്പെട്ട ജസ്നേശ മാതൃപിതൃവേദിയുടെ അനിമറ്റമ്മ, മാതൃപിതൃവേദിയുടെ നമ്മുടെ പ്രസിഡന്റ്, മാതൃവേദിയുടെ പ്രസിഡന്റിന്റെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. മാതൃപിതൃവേദിയുടെ പഴയതും പുതിയതുമായ ഭാരവാഹികളെ, സ്നേഹമുള്ള മാതൃപിതൃവേദി പ്രവർത്തകരെ, നമ്മൾ ഈ വർഷത്തെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് നടക്കുകയാണ്. ഈ ഒരു ഉദ്ഘാടന സമ്മേളനത്തിൽ ആയിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് രണ്ട് കാര്യങ്ങളാണ്. ഈ ഒരു ഉദ്ഘാടനം ഇവിടെ നടത്തപ്പെടുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കും. ഒന്ന്, ഒരു വർഷം മുഴുവൻ കൊറോണ നമ്മളെ നിശ്ചലാക്കി എന്നുള്ളതാണ്. ഇടവകയെ സംബന്ധിച്ച്, സംഘടനകളെ സംബന്ധിച്ച് നമ്മളെല്ലാവരും പ്രവർത്തനങ്ങളില്ലാതെ നിന്ന ഒരു വർഷമായിരുന്നു. മാതൃപിതൃവേദിയുടെ ഉൾപ്പെടെ എല്ലാ സംഘടനകളും പ്രവർത്തനങ്ങളില്ലാതെ നിന്നിരുന്ന ഒരു വർഷമായിരുന്നു കഴിഞ്ഞ ഒരു വർഷം. തീർച്ചയായും ഓൺലൈനായിട്ട് പല പ്രവർത്തനങ്ങളും നടത്തപ്പെട്ടിട്ടുണ്ടായിരിക്കാം. രൂപത തലത്തിലാണെങ്കിലും ഭവന തലത്തിലാണെങ്കിലും യൂണിറ്റ് തലത്തിലാണെങ്കിലും പല പ്രവർത്തനങ്ങളും നമ്മൾ നടത്തിയിരിക്കാം. പക്ഷേ അതൊക്കെയും നമ്മുടെ വീടുകൾക്കുള്ളിലായിരുന്നുകൊണ്ട്, നമ്മുടെ സുഖസൗകര്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ആ പ്രവർത്തനങ്ങളിലെല്ലാം പങ്കെടുത്തു. പക്ഷേ ഇനി നമ്മൾ ഈ കൊറോണയുടെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഏകദേശം അവസാനിച്ചു വരുന്നു എന്ന് നമ്മൾ കരുതുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു പ്രവർത്തന വർഷം ഉദ്ഘാടനം ചെയ്യുമ്പോൾ തണുത്തുറഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ വീണ്ടും നമ്മുടെ പ്രവർത്തനങ്ങൾ തുടങ്ങാനായിട്ട് പോകുന്നത്. ശരിയാണ്, നമ്മുടെ മനസ്സിലൊക്കെ നമ്മൾ പറയുന്നുണ്ടായിരിക്കും ചിലപ്പോൾ, ഞാനിത് പറഞ്ഞപ്പോൾ തണുത്തുറഞ്ഞു കിടക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ മനസ്സിൽ കരുതുന്നുണ്ടായിരിക്കും ഞങ്ങൾ അങ്ങനെ തണുത്തുറഞ്ഞൊന്നും പോയിട്ടില്ല, ഇപ്പോഴും സജീവമാണ് എന്നൊക്കെ നമ്മൾ മനസ്സിൽ പറയുന്നുണ്ടായിരിക്കാം. ഇതെന്തുമാകട്ടെ, ഏതായാലും ഈ ഒരു കഴിഞ്ഞ വർഷം നമ്മളെ സംബന്ധിച്ച് പ്രവർത്തനങ്ങളൊന്നും സാധ്യമല്ലാത്ത വർഷമായിരുന്നു. അതുകൊണ്ട് ഈ ഒരു വർഷം നമ്മൾ ഇന്ന് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഈ ഒരു വർഷം കഴിഞ്ഞ വർഷത്തെ കുറവുകൾ പരിഹരിച്ചുകൊണ്ട്, കുറവുകൾ എന്ന് പറയുമ്പോൾ അതൊരിക്കലും നമ്മൾ തന്നെ വേണ്ടെന്ന് വെച്ചതല്ല, പക്ഷേ സാഹചര്യങ്ങൾ നമ്മളെ കൊണ്ട് നിർബന്ധിച്ചു. പക്ഷെ എന്നാൽ പോലും ആ കുറവുകളെ നികത്തിക്കൊണ്ട് 10 മടങ്ങോടുകൂടെ പ്രവർത്തിക്കുവാനായിട്ട് ഈ വർഷം നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ആ ഒരു ഉത്തരവാദിത്തം നമുക്കുണ്ട് എന്നത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് നമ്മൾ ഓർക്കേണ്ടത്, ഈ വർഷം പ്രത്യേകമായിട്ട് കുടുംബ വർഷമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കുടുംബങ്ങളെ കൂടുതൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് മാതൃപിതൃവേദി സംഘടന. കുടുംബത്തെ ഇടവകയോട് ചേർത്ത് നിർത്തുക, സഭയോട് ചേർത്ത് നിർത്തുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. നമ്മൾ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുമ്പോൾ പല പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുവെന്ന് മാത്രമാണ്, പല പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ നമ്മുടെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇടവകയിലെ ഓരോ കുടുംബത്തെയും ഇടവകയോട് ചേർത്ത് നിർത്തുക, സഭയോട് ചേർത്ത് നിർത്തുക എന്നതാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾക്ക് ലക്ഷ്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ആ ഒരു ഉത്തരവാദിത്വം, പ്രത്യേകിച്ച് ഈ ഒരു കുടുംബവർഷം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഈ ഒരു വർഷത്തിൽ നമ്മുടെ ഉത്തരവാദിത്വം കൂടുതലാണ്. അത് തീർച്ചയായും ഞാൻ ഈ പറഞ്ഞതുപോലെ പല പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ നമുക്ക് ഈ ഒരു ഇടവകയെ, ഓരോ വ്യക്തികളെയും സഭയോട് ചേർത്ത് നിർത്തുവാനായിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ട് വിവിധ പദ്ധതികളിലൂടെ, പ്രോഗ്രാമുകളിലൂടെ ഈ വർഷം നമുക്ക് കൂടുതൽ സജീവമാകാനായിട്ട് പരിശ്രമിക്കാം. കൂടുതൽ കുടുംബങ്ങളെ ഇടവകയോട് ചേർത്ത് നിർത്തുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. പ്രത്യേകിച്ച് ഈ ഒരു ഇതിദാനം ഇടവകയിലേക്ക് വന്നപ്പോൾ പലരും പറഞ്ഞതുപോലെ തന്നെ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളാൽ നിറഞ്ഞ ഒരു ഇടവകയാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അത് തുടർന്നുള്ള പറയുന്നത് പോലെ തന്നെ ഇത് കേട്ടുകേൾവിയാണ്. ഇതുവരെ ഇവിടെ വന്ന് ഞങ്ങൾ അച്ഛന്മാരെല്ലാം പറഞ്ഞിരിക്കുന്നത് കേട്ടിരിക്കുന്ന കാര്യം മാത്രമാണ്. അതുകൊണ്ട് ഇനിയുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറയാം. അതുകൊണ്ട് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇതുവരെ പറഞ്ഞത് കേട്ടതുപോലെയാണോ സംഘടനകൾ എന്ന് നിങ്ങൾ തെളിയിക്കണം. പ്രത്യേകിച്ച് അച്ഛന്മാർ 3 പേരും പുതിയതാണ്. അപ്പോൾ വികാരിച്ചനെയും ബാക്കി അച്ഛന്മാരെയും എല്ലാം നിങ്ങൾ അനുപരണമേ പുതിയതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഈ സംഘടന പറഞ്ഞത് കേട്ടതിനേക്കാൾ ശക്തമാണ് എന്ന് നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ തെളിയിക്കണം. അതുകൊണ്ട്
തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഈ ഒരു ഡയറക്ടർ എന്നുള്ള ഒരു ഉത്തരവാദിത്തം അച്ഛനിങ്ങനെ ചോദിച്ചപ്പോൾ തീർച്ചയായും നിങ്ങൾക്കറിയാമല്ലോ പഠനത്തിൻ്റെതായ ഒരു കാര്യങ്ങളുണ്ട്. പക്ഷേ എന്നാൽ പോലും ആ ഒരു കാര്യം കൊണ്ട് ഈ സംഘടന ഒരു കുറവ് അനുഭവിക്കത്തില്ല എന്ന് ഞാൻ ഈ സമയം ഉറപ്പു നൽകുകയാണ്. അച്ഛൻ പഠിക്കുന്ന ആളാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ സജീവമല്ലാതിരുന്നത് എന്ന് നിങ്ങൾ പറയാനായിട്ട് ഞാൻ ഇടവരുത്തത്തില്ല. അതുകൊണ്ട് ആ ഒരു കാരണം കൊണ്ട് നിങ്ങൾ ഇനി ഒരു എക്സ്ക്യൂസായിട്ട് നിങ്ങൾ നിർത്തേണ്ട ആവശ്യമില്ലായിരിക്കും. അതുകൊണ്ട് എന്ത് കാര്യത്തിനാണെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിളിക്കുകയോ പറയുകയോ കാണാൻ വരികയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഏതായാലും വളരെ സജീവമായിട്ട് പോകണം. കാരണം ചങ്ങനാശ്ശേരിയിലാണെങ്കിലും എനിക്ക് മാതൃപിതൃവേദിയുടെ സംഘടനയുടെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു, പ്രവർത്തന ഡയറക്ടറായിട്ട് സൂക്ഷിക്കാൻ പറ്റി. അതുകൊണ്ട് ഈ ഒരു സംഘടനയോട് തീർച്ചയായിട്ടും എനിക്കൊരു താല്പര്യമുണ്ട്. കാരണം ഒരു കാരണമേ ഉള്ളൂ. നമുക്കറിയാം മിഷൻ ലീഗ് ആണെങ്കിൽ അല്ലെങ്കിൽ സൺഡേ സ്കൂൾ ആണെങ്കിലൊക്കെ നമ്മൾ മുന്നിൽ നിന്ന് പ്രവർത്തിക്കണം. പക്ഷേ ഈ ഒരു സംഘടനയെ സംബന്ധിച്ച് നിങ്ങളോടൊപ്പം നിന്നാൽ മതി എന്നുള്ളതാണ്. അപ്പന്മാരോടും അമ്മമാരോടും ഒപ്പം നിന്നാൽ മതി. നിങ്ങളുടെ കൂടെ അച്ഛനുണ്ട്, ഡയറക്ടർ അച്ഛനുണ്ട് എന്നൊരു തോന്നൽ നിങ്ങൾക്ക് കിട്ടിയാൽ മതി, നിങ്ങൾ പ്രവർത്തിച്ചോളൂ. അതുകൊണ്ട് നിങ്ങളോടൊപ്പം തീർച്ചയായിട്ടും ഉണ്ടാകും. അതുകൊണ്ട് ഈ ഒരു വർഷം ഏറ്റവും അർത്ഥവത്തായ രീതിയിൽ ഇടവകയോട് ചേർന്ന് ഇടവകയിലേക്ക് ദൈവജനത്തെ അടുപ്പിക്കുന്ന രീതിയിൽ കൂടുതൽ ചേർത്ത് നിർത്തുന്ന രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാം. എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രത്യേകമായിട്ട് നമ്മൾ ഇന്ന് പള്ളിയിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഈ സംഘടന ഏറ്റവും സജീവമാണ് എന്നതിൻ്റെ തെളിവാണ്. നമ്മളിന്ന് അറിയിപ്പിൽ പറഞ്ഞതുപോലെ നമുക്ക് രൂപതാതലത്തിൽ സമ്മാനം ലഭിക്കുകയുണ്ടായത് തീർച്ചയായും സജീവമായ ഒരു ഇടവകയിൽ നിന്ന് മാത്രമേ സമ്മാനങ്ങൾ ലഭ്യമാകുകയുള്ളൂ. അതുകൊണ്ട് സജീവമാണ് എന്നതിൽ സംശയമൊന്നുമില്ല. അതിന് മുൻനിരയെ പ്രവർത്തിക്കാൻ കുറച്ച് പേരുണ്ടായിരുന്നു. അവരെ പ്രത്യേകമായിട്ട് ഈ നിമിഷം നന്ദിയോടുകൂടി ഓർക്കുകയാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ മുൻനിരയിൽ നിന്ന് നയിച്ച നമ്മുടെ ഭാരവാഹികൾ, പ്രസിഡന്റുമാരുണ്ട്, ബാക്കി ഭാരവാഹികൾ, അവരെല്ലാം ഈ നിമിഷം നന്ദിയോടുകൂടെ ഓർക്കുന്നു. ഇടവകയുടെ പേരിലുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഒപ്പം പുതിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നവർ അവരുടെ അതേ പാതകൾ പിന്തുടർന്നുകൊണ്ട് അവരെത്രത്തോളം ഇപ്പോൾ ഈ ഒരു സംഘടനയെ അതിൻ്റെ ഏറ്റവും മുൻനിരയിൽ നിർത്തിയിരിക്കുന്നു, അതേ തീക്ഷ്ണതയോടുകൂടെ ഈ സംഘടനയെ മുന്നോട്ട് നയിക്കുവാനായിട്ടുള്ള ഒരു ശക്തി ഇവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന ആശംസകൾ നേരുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട വികാരിയച്ഛനെ ക്ഷണിക്കുന്നു. നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷതവഹിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛ, ബഹുമാനപ്പെട്ട അച്ഛ ശ്രീ ജോസഫ്, ബഹുമാനപ്പെട്ട സിസ്റ്ററെ ശ്രീമതി ജെസി, പുതിയ പ്രസിഡന്റ് റോസലി, പുതിയ ഭാരവാഹികളെ, പഴയ ഭാരവാഹികളെ, മാതൃവേദി അംഗങ്ങളെ, ഒത്തിരിയധികം സന്തോഷമുണ്ട് നിങ്ങളൊത്തായിരിക്കുന്നതിൽ. കാരണം ഇതൊരു കുടുംബ സമ്മേളനമാണ്. കുടുംബത്തിലായിരിക്കുമ്പോൾ അവിടെ സന്തോഷമാണ്, അല്ലാതെ ഒരിക്കലും പ്രയാസത്തിൻ്റെ അനുഭവമല്ല. പ്രത്യേകിച്ചും ഞങ്ങളച്ഛന്മാർ വീട്ടിൽ നിന്നും അകന്ന് നിങ്ങളോടൊത്തായിരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബവുമായിട്ട് ഒക്കെ ബന്ധപ്പെട്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ മാതൃവേദിയുടെ ആഭിമുഖ്യത്തിലുള്ള സമ്മേളനങ്ങളൊക്കെ ഞങ്ങൾക്ക് കൂടുതൽ ആനന്ദദായകമാണ്, സന്തോഷകരമാണ്. നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുക കുടുംബവർഷം അതിൻ്റെ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ വർഷത്തെ പ്രവർത്തന വർഷം ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് നമ്മളെല്ലാവരും ബോധവാന്മാരും ബോധവതികളുമാണ്. ആരും അതിനെക്കുറിച്ച് അറിവില്ലാത്തവരല്ല എന്ന് എനിക്ക് 100% ബോധ്യമുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ പക്ഷേ ഇന്നത്തെ അപ്പനും അമ്മയും ഒത്തിരിയേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരു കാലഘട്ടത്തിൽ ഒത്തിരിയേറെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ച് വളർന്നു വന്നവരാണ് ഇന്നത്തെ മാതാവും പിതാവും ഒക്കെ. ചിലരൊക്കെ വ്യത്യാസം ഉണ്ടാക്കിയെങ്കിലും പോലും
ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളോ സൗകര്യങ്ങളോ ഒന്നും അന്നുണ്ടായിരുന്നില്ല. കുറേയധികം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളിലും ഒക്കെ നടുവിലാണ് നമ്മൾ ഓരോരുത്തരും വളർന്നു വന്നത് എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്കൊരു നിർബന്ധ ബുദ്ധി ഉണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളുമൊക്കെ അങ്ങനെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കാതെ വളർത്തിക്കൊണ്ടുവരുവാനായിട്ടുള്ള ഒരു ആഗ്രഹം ഇന്നത്തെ മാതാപിതാക്കന്മാരുടെ ജീവിതത്തിൽ പ്രത്യേകമായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ചിന്താ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചിലതൊക്കെ ഇന്ന് വിസ്മരിച്ചു പോകുന്നു. കുടുംബത്തിൻ്റെ വളർച്ചയും വികസനവും ഒക്കെ ഇന്ന് ധാരാളമായിട്ട് മുന്നേറുമ്പോൾ പല മൂല്യങ്ങളും ഒക്കെ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ തിരിച്ചു പിടിക്കേണ്ട ആവശ്യകത കുറിച്ച് ഞാൻ പറയാതെ നിങ്ങൾക്ക് ബോധ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. മൂല്യത്തകർച്ച ഇന്ന് വലിയ ഒരു ശാപമായിട്ട് മാറ്റപ്പെട്ടിരിക്കുക. മൂല്യങ്ങൾക്കൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല. ഇന്ന് സത്യത്തിന് വലിയ സ്ഥാനമില്ല. ഇന്ന് നമ്മളെല്ലാം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു സമ്പത്തിൻ്റെയൊക്കെ മേലെ നമ്മുടെയൊക്കെ ജീവിതത്തെ സുരക്ഷിതമാക്കുവാനായിട്ടുള്ള ഒരു പരിശ്രമം. അപ്പോൾ ഇന്നത്തെ മാതാപിതാക്കന്മാരാണെന്ന് നമുക്കറിയാം. ഞാൻ എല്ലാവരെയും കുറ്റപ്പെടുത്തുകയല്ല, എല്ലാവരും അങ്ങനെ ആയിരിക്കുകയും എങ്കിലും നമുക്കറിയാം സുഖങ്ങളെ വർത്തമാനമാക്കുവാനായിട്ടൊരു പരിശ്രമത്തിൻ്റെ തലങ്ങളിലേക്ക് നമ്മുടെയൊക്കെ ശ്രദ്ധ കൂടുതലായിട്ട് പതിക്കപ്പെട്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തിക്കൊണ്ട് വരുന്ന കാര്യത്തിലൊക്കെ ആ ഒരു തരത്തിലാണ് അവരെ വളർത്തി വലുതാക്കി വലിയ. അതൊന്നും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് മാത്രമായിട്ട് നമ്മുടെ ചിന്തകളെ മാറ്റുമ്പോൾ ചിലതൊക്കെ നമ്മൾ വിസ്മരിച്ചു പോകുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്. നല്ലതാണ് നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ സമൂഹവും വളർച്ച പ്രാപിക്കട്ടെ. ഇവിടെ സ്വാതന്ത്ര്യത്തിൽ പറഞ്ഞതുപോലെ പല കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധ കൊടുക്കാതെ പോകുന്നത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് സർക്കാർ ഓഫീസ് വഴി നമ്മുടെ ജോലിക്കാർ, നമ്മുടെ കുഞ്ഞുങ്ങളോ നമ്മുടെ ആൾക്കാരോ ഇല്ലാതെ പോകുന്നതിന് കാരണം ഇന്ന് ഞാൻ പറഞ്ഞല്ലോ. കാരണം മറ്റൊന്നുമല്ല, എല്ലാം സമ്പത്തിൻ്റെ മേൽ അടയിരിക്കുന്ന ഒരു തരത്തിലേക്ക് നമ്മുടെയൊക്കെ ചിന്തകളും നമ്മുടെയൊക്കെ രീതികളൊക്കെ മാറ്റപ്പെട്ടിരിക്കുന്നതുകൊണ്ടാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ അവർ കയറുന്ന സ്ഥലത്തിൽ പോകണം, ഒത്തിരി കാശുണ്ടാക്കണം, അതിന് വേണ്ടിയിട്ട് അവർ പറയണം മറ്റു രാജ്യങ്ങളിലേക്ക് വിടണം, ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചപ്പാടുകളുള്ളൂ. അല്ല നമ്മളെ വേറെ നമ്മുടെ കൂടെ നിർത്തണം. അല്ലെങ്കിൽ നമുക്കറിയാം എന്തുമാത്രം കുടുംബങ്ങളിലെ അസ്വസ്ഥമായിട്ടാണ് വീടുകളിലെ അപ്പനും അമ്മയും മാത്രം. ഇവിടെയൊക്കെ എനിക്കറിയില്ല എന്തുമാത്രം പേര് വീടുകളിലുണ്ട്. അപ്പനും അമ്മയും മാത്രമായിട്ട് ചുരുങ്ങിക്കൂടുന്ന എത്ര കുടുംബങ്ങളുണ്ടെന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം ഒത്തിരിയേറെ കുടുംബങ്ങൾ, ഇവിടെയല്ല അനുഭവത്തിന് വിളിച്ചത്, ഒത്തിരിയേറെ കുടുംബങ്ങളിൽ അപ്പനും അമ്മയും മാത്രമായിട്ട് ഒതുങ്ങിക്കൊടുന്നു. അതിനകത്ത് ആരെങ്കിലും ഒരാൾ മരിച്ചുപോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഭവിഷ്യത്തുകൾ ആരും നാട്ടിലില്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഇന്ന് നമ്മുടെ കുടുംബങ്ങളെ ഒത്തിരി തരണം ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ ചിലരൊക്കെ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ ഒറ്റപ്പെടലിൻ്റെ ഒക്കെ വേദനകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെയൊക്കെ പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം ഇതാണ്. ഇന്ന് മാതൃപിതൃവേദിയുടെ പ്രവർത്തനങ്ങൾ അത്രമാത്രം ലോകീയ സജീവമാകേണ്ടത് ആവശ്യകതയെക്കുറിച്ച് നിങ്ങളെ ബോധവാന്മാരും ബോധവതികളും ഒക്കെ ആക്കിത്തീർക്കുവാനായിട്ടുള്ള ലക്ഷ്യത്തിൽ കൂടിയാണ് ഞാനത് പറഞ്ഞു വയ്ക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് നമ്മളിവിടെ ഒരുമിച്ച് കൂടുന്നു. ഇത്രയും പേരൊക്കെ ഉള്ളൂ ഒരുമിച്ച് കൂടിയത്. ഇത് ഞാൻ അദ്ദേഹം പറയുന്നില്ല. അപ്പം ഇത്രയും പേരൊക്കെ ഉള്ളൂ. പക്ഷെ എത്രയോ പേര് ഇങ്ങനെ ഒരുമിച്ച് കൂടുവാനായിട്ട് ഇന്ന് ആവശ്യക്കാരായിട്ടുള്ളവരുണ്ട്. ആരോടും ഒന്നും പറയുവാനില്ല, ആരോടും ഒന്നും ഒന്ന് സംസാരിക്കുവാനായിട്ടില്ല, ആരോടൊന്നും പങ്കുവയ്ക്കാനായിട്ടില്ല, ഒറ്റപ്പെട്ട് കഴിയുന്ന എത്രയോ പേർ. പക്ഷെ അവരെയൊക്കെ തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ നമ്മുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കേണ്ട ചുമതലയുണ്ട്. അപ്പോൾ ഒത്തിരി നമ്മൾക്കറിയാം, പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു വർഷക്കാലം മുഴുവനും പ്രവർത്തനം അനുഭവിച്ച് കിടക്കുന്ന ഒരു അവസരമായിരുന്നു. എല്ലാവരും വീടുകളിൽ തന്നെ ഇരുന്നു. അവിടെയൊന്നും ഒരു ബന്ധങ്ങളൊന്നും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. ഇന്നാണെങ്കിൽ നമുക്കറിയാം, ഒരു ഫംഗ്ഷനൊക്കെ നമുക്ക് ദൂർത്ത് ചെയ്യാൻ പാടില്ല. ഒരു ഫംഗ്ഷനാണെങ്കിൽ പോലും നമ്മുടെ ആളുകളെ നിയന്ത്രിക്കുന്നു. 10, 20 അല്ലെ 50 പേരിൽ ഒതുങ്ങി നിൽക്കുന്ന ബന്ധങ്ങൾ, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ കുറേയൊക്കെ നമ്മുടെ ബന്ധുക്കളുമായിട്ട് ബന്ധപ്പെടുവാനും പരിചയപ്പെടുവാനും സാധിക്കുമായിരുന്നു. അതെല്ലാം മാറിയിട്ട് നമ്മൾ ഒതുങ്ങിക്കൂടുന്ന നമ്മുടെ കുടുംബം പോലെ നമ്മുടെയൊക്കെ ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്തിൻ്റെ ഭരണഫലമാണ് ഒതുങ്ങിക്കൂടുവാനായിട്ട് ശ്രമിക്കുന്ന കാലഘട്ടമായി മാറ്റപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലീകരിക്കേണ്ട ആവശ്യകത ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മുടെ കുടുംബങ്ങളിൽ നമുക്കറിയാം. പല കുടുംബങ്ങളിലെയും കാര്യങ്ങളൊന്നും ആരും അറിയുന്നില്ല എന്നുള്ളത് മാത്രമേ.
എന്തുമാത്രം പ്രശ്നങ്ങൾ ഓരോ കുടുംബങ്ങളിലുണ്ട്. ഏത് കുടുംബങ്ങളിലുണ്ട് ഒരു സ്വസ്ഥമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നതെന്ന് പറയാനായിട്ട് പറ്റും. പുറമേ നോക്കുമ്പോൾ കുഴപ്പമൊന്നും കാണുകയില്ല. പക്ഷെ ഇവിടെയൊക്കെ നമ്മുടെ മാതൃപിതൃവേദി പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലീകരിക്കേണ്ട ആവശ്യത്തെ കുറിച്ച് ഞാൻ പറയുന്നത്, എല്ലാവരെയും ഇതിലേക്ക് ആകർഷിക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള പരിപാടികൾ ക്രമീകരിക്കുവാനും എല്ലാവർക്കും എന്താണ് ആവശ്യമെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുവാനൊക്കെ സാധിക്കുന്ന പരിപാടികൾ ആസൂത്രണം ചെയ്യുവാനൊക്കെ നമുക്ക് സാധിക്കണം. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം തന്നെ എടുത്തു നോക്കാൻ നമുക്കറിയാം. ഒരു പരിധി വരെ മൊബൈൽ ഫോൺ പോലും കുഞ്ഞുങ്ങളെ കൊടുക്കാതിരുന്ന ഒരു അവസരം ഇന്ന് എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരിക്കുന്ന ഒരു ആവശ്യകതയിലേക്ക് വന്നു. ഇന്ന് എത്ര പേര് അതിൻ്റെയൊക്കെ മേലെ നമുക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ പറ്റുന്നുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള ബന്ധങ്ങൾ, എന്തെല്ലാം പ്രശ്നങ്ങൾ വികസനങ്ങൾ ഉണ്ടാകുന്നു ഇന്ന് ആരെയും തിരിച്ചറിയുവാൻ സാധിക്കാത്ത വിധത്തിൽ നമ്മളൊക്കെ മാറ്റപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഇന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ പലരെയും ചിലരൊക്കെ ഒന്ന് പരിചയപ്പെട്ടു, പക്ഷേ വീണ്ടും ഒന്ന് കാണുമ്പോൾ പരിചയപ്പെട്ടതാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. പിന്നെ പഴയ ഗ്രൂപ്പൊക്കെ ഇന്നലെ കണ്ടയാളാണെന്ന് അറിയുവാൻ മാത്രമേ സാധിക്കുള്ളൂ. പക്ഷേ ഇപ്പം എല്ലാം ഒരേ സാരിയെ കൊടുക്കുന്നുണ്ട്, അവർ അതും അറിയുന്നില്ല. പിന്നെ ഈ മാസ്കുകൾ നോക്കി, മാസ്കും ഇപ്പം സാരിയും അല്ലെങ്കിൽ കുടുംബിൻ്റെയോ കാണുമൊക്കെ അറിയാം. അപ്പം അതും പ്രശ്നമാണ്. ഓരോ ദിവസം കൊടുക്കുന്ന എല്ലാ മാറ്റങ്ങളുടെ ഒരു കാലഘട്ടത്തിലാണ്. അപ്പം നമ്മൾ ഇപ്പം മുഖംമൂടിയാണ് ഇനി പരസ്പരം അറിയാം. ഞാൻ പഴയ ദൈവത്തിൽ നമുക്കറിയാം പാവൽഗോവിൽ മണ്ണിട്ട് പരസ്പരം തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിൽ തെറിച്ചു കളഞ്ഞെന്ന് പറയുന്നത് അഹങ്കാരത്തിൽ തെറിച്ചു കളഞ്ഞ പോലെ ഇപ്പം നമ്മൾക്കൊക്കെ പരസ്പരം തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിൽ നമ്മുടെ മുഖം മൂടി കെട്ടിയിരിക്കുക. ആരെയും ഒന്ന് കാണാൻ ചിരിക്കുവാണ്, കരയുവാണ് എന്നത് ഏത് ഭാവമാണ് ഒന്നും അറിയുന്നില്ല. ഏത് സംഘടനഭാവമാണ്, ഇതൊക്കെ ദേഷ്യത്തിന്റെ ഭാവമാണ്, ഒന്നും അറിയുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഒരു അവസരത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഓർത്ത് നോക്കിയത് ഒരു കാലഘട്ടം, ആ കാലഘട്ടം ഒരു വർഷക്കാലം മുഴുവൻ ഇങ്ങനെ കാലഘട്ടത്തിലൂടെ പോയി ഇപ്പം തുടരുകയാണ്. ഇനിയാണ് എല്ലായിടത്തും പിന്നെയും അത് കൂടുന്നോ കുറയുന്നോ നോക്കുന്നുണ്ട്. ഇവിടെയൊക്കെയാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് അറിയാം. ഇവിടെയുള്ളവരെ ഇവിടെയൊക്കെ ഇപ്പം എന്തുമാത്രം കൊടുക്കണം. അതുകൊണ്ട് ഇങ്ങനെ നമുക്കറിയാം ഒത്തിരി പേരുടെ വരുമാനവും കുറഞ്ഞു, അതിൻ്റെതായ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ഒരുപക്ഷെ ചിലർക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടിൻ്റെ ഭാഗമായി ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് മനസ്സുണ്ടെങ്കിൽ താല്പര്യം നിൽക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഞാൻ ഇടയ്ക്കൊക്കെ കടകളിൽ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സൂക്ഷിക്കേണ്ടതുമായിട്ടൊക്കെ. അപ്പം നമ്മൾ ബോധവാന്മാരും ബോധവതികളുമാകണം. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ എന്താണ് പ്രശ്നം, ആ പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത്, ഇതൊക്കെ ചർച്ച ചെയ്യുവാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിലെ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അറിയാനായിട്ട്, നമ്മുടെ സ്കൂളുകളിൽ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അറിയാനായിട്ട് ഒക്കെ നമ്മൾ ഇന്ന് നമുക്ക് സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്നു. എത്ര പേര് സത്സന്ധമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട്. എല്ലാവരും മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് വെച്ചിട്ട് എല്ലാവരും അവരുടെ കാര്യത്തിന് പോകും. എത്ര പിള്ളേർ പഠിക്കുന്നുണ്ട്? ഇന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം അറിവുണ്ടായിട്ട് നല്ല മനുഷ്യരായി തീരാൻ. അങ്ങനെയൊക്കെയാണ് പഠനത്തെ നമ്മൾ തീർച്ചയായും ഡിഫൈൻ ചെയ്യണം. പക്ഷേ ഇന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ജോലി കിട്ടാൻ വേണ്ടി മാത്രമായി മാറ്റപ്പെടും. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമുക്കറിയാം ഓൺലൈനിലൂടെ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് പരീക്ഷ എഴുതി മാർക്ക് മേടിച്ചു. പിള്ളേരുടെ സ്വഭാവ രൂപവൽക്കരണം എവിടെ നടക്കുന്നു? ഒരു സ്കൂളിൽ പോകാനായിട്ട് സാധിക്കുന്നില്ല, ഒരു അധ്യാപകൻ നിയന്ത്രണം നടത്തുന്നില്ല, ഒരു കൂട്ടുകെട്ടില്ല. പല നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ പുറത്തുള്ള ഒതുങ്ങി നിൽക്കുന്ന കുഞ്ഞുങ്ങൾ അവരാരെയെ കാണുന്നത് നമ്മളെ മാത്രം. നമ്മളിത് മാത്രം മാതൃകയായിട്ട് അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മളെ നോക്കി പഠിക്കുന്നവരായിട്ട് മാത്രം. മറ്റു സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ മറ്റു കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കുന്നുണ്ട്. ഒരു അധ്യാപകർ നിയന്ത്രണത്തിൽ വരുന്നുണ്ട്. പല വിധത്തിലുള്ള ബന്ധങ്ങൾ അവർക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഒന്നുമില്ലേ നാഗപ്പാടുള്ള ബന്ധം എന്ന് പറയുന്നത് നമ്മളെ തന്നെ നോക്കിക്കണ്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങളായിട്ടൊക്കെ മാറ്റപ്പെടുമ്പോൾ നമ്മൾ എന്തുമാത്രം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഒരപ്പനിൽ നിന്ന് ഒരമ്മയിൽ നിന്ന് ആണ് കുഞ്ഞുങ്ങൾ നോക്കി പഠിക്കുന്നത്. വേറെ ആരുമായിട്ട് നോക്കി പഠിക്കാനായിട്ടില്ല. അപ്പോൾ നമ്മൾ എന്തുമാത്രം ശ്രദ്ധിക്കണം. നമ്മുടെ ഓരോ നോട്ടവും, നമ്മുടെ ഓരോ ഭാവവും, നമ്മുടെ ഓരോ ചിന്തയും ഇതാണ് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കുക. പണ്ട് നമ്മൾ ഉദരത്തി വഹിക്കുമ്പോഴായിരുന്നു ഒരു അമ്മയുടെ ചിന്തകളും ആഗ്രഹങ്ങളും ഒക്കെ കുഞ്ഞിലേക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. ഇന്നിപ്പോൾ എല്ലാം മുഴുവൻ സമയവും കുഞ്ഞുങ്ങൾ നമ്മളെ നോക്കി നിൽക്കുകയാണ്. പിന്നെ നമ്മളിപ്പോൾ അവരെ പഠിക്കാനായിട്ട് പറയുമ്പോൾ ഒരു ശല്യക്കാരിയായിട്ടോ ഒരു ശല്യക്കാരനായിട്ടോ മാറ്റപ്പെടുന്ന അവസ്ഥ ഇങ്ങനെയൊക്കെ പോവുക. ഇതിവിടെ ഇങ്ങനെ ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഇവിടെയുള്ളവരെ നമ്മൾ ഒത്തിരിയധികം ശ്രദ്ധിക്കണം. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങണം. ഇതുപോലെയുള്ള സംഘടനകളിലൂടെ നമുക്ക് ശരിയായ ഒരു ബോധവൽക്കരണവും ഒരുമിച്ചുള്ള ചിന്തകളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ കാലഘട്ടത്തിലെ ഈ പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സാധിക്കൂ. അതിനായിട്ട് തീർച്ചയായിട്ടും എല്ലാവരും ഇവിടെയുള്ള അപ്പനും അമ്മയും അല്ലെങ്കിൽ മാതാപിതാക്കളും ഭാര്യഭർത്താക്കന്മാരെല്ലാം ഒരുമിച്ച് കൊണ്ടുള്ള വേദികളിൽ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കണം. അതിന് ഈ ഭാരവാഹികൾക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ ഈ പ്രവർത്തന വർഷവും കുടുംബവർഷവും ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു.
ശ്രദ്ധിച്ചായിരുന്നു കൊച്ചാ. ലൈറ്റ് കൊടുക്കുന്നത്. അടുത്തതായി ഒരു ഗാനം ആരംഭിക്കുന്നതിനായി ശ്രീമതി ആൻസി തകാരം അപേക്ഷിച്ചു. സ്നേഹസ്വരൂപനാഥ നീയല്ലാതാരാണാരംഭം പാപങ്ങൾ പോക്കും കാരുണ്യമേ പാടി നിന്നെ വാഴ്ത്താം. സ്നേഹസ്വരൂപനാഥ നീയല്ലാതാരാണാരംഭം പാപങ്ങൾ പോക്കും കാരുണ്യമേ പാടി നിന്നെ വാഴ്ത്താം. ഏകാന്തരാവിൽ ദാഹാർത്തനായി നീ വിരുന്നു വന്നു. ആരും കൊതിക്കുന്നോരത്താഴമേ ആത്മശാന്തി തന്നു. എല്ലാവർക്കും അത്താണിയായി നല്ലോർക്കു നന്മകൾ നൽകി. എല്ലാവർക്കും അത്താണിയായി നല്ലോർക്കു നന്മകൾ നൽകി. സ്നേഹസ്വരൂപനാം നാഥ നീയല്ലാതാരാനന്ദം പാപങ്ങൾ പോക്കും കാരുണ്യമേ പാടി നിന്നെ വാഴ്ത്താം. തോരാതെ പാടും അടിമതൻ ചുണ്ടിൽ ജീവജലം നൽകൂ. ആകാശഭൂമികൾ കൈനീട്ടി വാങ്ങും ആർദ്ര സ്നേഹം നൽകൂ. മിഴിനീർ തുളുമ്പുന്നൊരു പാനപാത്രം ഹൃദയത്തിൽ നീ ഏറ്റുവാങ്ങൂ. മിഴിനീർ തുളുമ്പുന്നൊരു പാനപാത്രം ഹൃദയത്തിൽ നീ ഏറ്റുവാങ്ങൂ. സ്നേഹസ്വരൂപനാം നാഥ നീയല്ലാതാരാണാരംഭം പാപങ്ങൾ പോക്കും കാരുണ്യമേ പാടി നിന്നെ വാഴ്ത്താം. പാടി നിന്നെ വാഴ്ത്താം. അടുത്തതായി നമ്മുടെ സമ്മേളനത്തിന് ആശംസ അർപ്പിച്ച് സംസാരിക്കാനായിട്ട് പ്രധാനപ്പെട്ട ജസ്റ്റിൻ താനികരാജനം ചെയ്യും. ബഹുമാനപ്പെട്ട വിനയച്ച മാതൃത്വത്തിലെ ഡയറക്ടറായ വർഗീസ് ലക്ഷീലച്ച ആനിമേറ്ററുമേ പുതിയ പഴയ ഭാരവാഹികളെ ഇന്നൊരു മാതൃപിതൃവേദിയുടെ സമ്മേളനത്തിന് വന്നപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ചെറുകഥയാണ് ഓർമ്മ വന്നത്. നിങ്ങളൊക്കെ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ പറയാം. സിബിച്ച സാറൊക്കെ കണ്ണട ഉറങ്ങാണോ കേൾക്കാമെന്ന് ദൈവത്തിനറിയാം.
എന്തായാലും നമുക്കിപ്പോൾ നല്ലൊരു പോസിറ്റീവ് വൈബാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ തിയേറ്ററിനകത്ത് ഉദ്ഘാടനം ചെയ്തു. ആൻസി ചേച്ചിയുടെ ആൻസിയമ്മയുടെ നല്ലൊരു പാട്ടൊക്കെ കേട്ട് എല്ലാവരും ഇപ്പോൾ എനർജി ആയിട്ടിരിക്കുന്ന നേരത്ത് എനിക്ക് ഓർമ്മ വന്നൊരു കഥ ഇതാണ്. ഒരിക്കലും ഒരു അപ്പച്ചൻ, നല്ലൊരു പ്രായമായിട്ടുള്ളൊരു അപ്പച്ചൻ നിൽക്കാനൊന്നും വയ്യ, എന്നാലും തനിക്കാവുന്ന രീതിയിൽ ഒരു തൂമ്പൊക്കെ എടുത്തുകൊണ്ടുവന്ന് ഒരു ആപ്പിൾ മരം നടുവാനായിട്ടിരിക്കുക. അപ്പോൾ കുറച്ച് കുട്ടികൾ വന്നിട്ട് അപ്പാപ്പനെ പരിഹസിച്ച് ചോദിക്കും, എൻ്റെ കിളവൻ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, ഇത്രയും പ്രായമായിട്ട് നിങ്ങൾ ആപ്പിളൊക്കെ നട്ട് അത് വളർന്ന് വലുതായി അതിൽ നിന്ന് ആപ്പിളൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേനും നിങ്ങളൊക്കെ ജീവിച്ചിരിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ ഈ അപ്പച്ചൻ പറഞ്ഞൊരു കാര്യമാണ്, ഞാനിത് എനിക്ക് വേണ്ടി നട്ടതല്ല, ഞാനിത് നട്ട് ഇത് വളർന്നു വരുമ്പോൾ നിങ്ങളെപ്പോലുള്ള വളർന്നു വരുന്ന മക്കൾക്ക് ഇതിൽ നിന്ന് ഭക്ഷിക്കുവാനായിട്ട് സാധിക്കും. ഈ കഥ ഞാൻ പറയുവാനുള്ള കാരണം, മാതൃപിതൃവേദി എന്ന് പറയുന്നത് മറ്റുള്ള എല്ലാ സംഘടനകൾക്കും മാതൃകയാകേണ്ട ഒരു സംഘടനയാണ്. എല്ലാ സംഘടനകൾക്കും നല്ല മാതൃക കാണിച്ച് ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് നമ്മൾ ഈ സംഘടനയ്ക്ക് സാധിക്കണം. ഞാനൊക്കെ സാധാരണ മാതൃവേദി സെപ്പറേറ്റും പിതൃവേദി സെപ്പറേറ്റും കണ്ടിട്ടുള്ളത് ഞങ്ങളുടെ ഭാഗത്ത്. പക്ഷെ ഇവിടെ ഞാനിപ്പോൾ വന്നപ്പോൾ മാതൃപിതൃവേദി ഒരുമിച്ച് ഒന്നായിട്ട് പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ആദ്യമൊക്കെ ഞാൻ മാതൃവേദിയെ കുറിച്ചും ഇത്തിത്താനം പള്ളിയെ കുറിച്ചും ഒത്തിരി കേട്ടപ്പോൾ എനിക്ക് എന്തെന്നിത്ര സന്തോഷം. ഇത്രയും നല്ലൊരു ഇടവകയിൽ വന്നിട്ട് സേവനം ചെയ്ത് ഒത്തിരിയേറെ കാര്യങ്ങൾ പഠിക്കുക എന്ന് പറയുമ്പോൾ വലിയൊരു സന്തോഷമായിരുന്നു. പിന്നീടാണ് നമ്മുടെ മാതൃവേദി വനിതാ ദിനം ആചരിച്ചത്. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ ഒത്തിരിയേറെ ആഗ്രഹിച്ച് എല്ലാവരെയൊക്കെ കാണാമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ 6 പേരാണ് വന്നത്. പിന്നീട് നമ്മുടെ മാതൃപിതൃവേദിയുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് വന്നപ്പോൾ കുറച്ച് ചേച്ചിമാരും 4-5 അപ്പച്ചന്മാരും ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ കരുതി ഞാൻ കുറച്ച് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ വാട്സാപ്പിൽ ഒരു പോസ്റ്റ് കണ്ടത്, നസ്രാണി തറവാടിന്റെ 3ാം സമ്മാനം കരസ്ഥമാക്കിയത്. അപ്പൊ മനസ്സിലായി, നമ്മൾ ഒരിക്കലും ഒരു ബുക്കിനെ അതിന്റെ കവർ പേജ് കണ്ടുകൊണ്ട് ജഡ്ജ് ചെയ്യരുത്. നമ്മളെല്ലാവരും ഇനി മുന്നോട്ടുള്ള തുടക്കത്തിന് ആരംഭം കുറിച്ചിരിക്കുകയാണ്. പുതിയ ഡയറക്ടർമാരുണ്ട്, പുതിയ ഭാരവാഹികളുണ്ട്, പുതിയ ആനിമേറ്റർ അമ്മയുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ പുതിയ ഒരു രീതിയിൽ മുന്നേറുവാനായിട്ട് ശ്രമിക്കാം. ഇവിടെ നിന്ന് ഞാൻ ജോസേട്ടന്റെ വാക്കുകളിൽ നിന്ന് 2 വാക്ക് കടമെടുക്കുകയാണ്. ഒന്ന് പുതുമ, രണ്ടാമത് തിളക്കം. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും പുതിയ ഭാരവാഹികളുടെ ഒപ്പം എന്നും പുതുമയുള്ളതായിരിക്കണം. പുതുമയുണ്ടെങ്കിലാണ് ആൾക്കാർ നമ്മൾ സ്വീകരിക്കുക, മറ്റുള്ളവരുടെ ഹൃദയങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കുക. ഈ പുതുമയ്ക്കാണ്. രണ്ടാമത്തേതായിട്ട് ആ തിളക്കം. നിങ്ങൾക്ക് ഇപ്പോഴുള്ള ഒരു തിളക്കം അത് എന്നും നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. അടുത്തതായിട്ട് പിതൃവേദി മാതൃവേദിയുടെ റിപ്പോർട്ട് അതുകൊണ്ടാണ് പിതൃവേദിയുടെ സെക്രട്ടറിക്ക് കണ്ടുകൊണ്ട് ഞാൻ വാങ്ങിക്കുന്നത്. ഇത്തിദാന ഇടവകയുടെ കുടുംബ പരീക്ഷ സംഘടനയായ പിതൃവേദിയുടെ 2020 മാർച്ച് മുതൽ 2021 ഫെബ്രുവരി വരെയുള്ള പ്രവർത്തനങ്ങൾ. കൊറോണ വൈറസ് കേരളമെങ്ങും പടർന്നതിന്റെ പശ്ചാത്തലത്തിൽ മാതൃപിതൃവേദിയുടെ മീറ്റിങ്ങുകൾക്കും കൂട്ടായ പ്രവർത്തനങ്ങൾക്കും തടസ്സം നേരിട്ട സാഹചര്യത്തിൽ അതിരൂപത കൊറോണ മാർഗനിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഓൺലൈനിലൂടെ പിതൃവേദിയുടെ പ്രവർത്തനങ്ങൾക്ക് ഈ യൂണിറ്റ് പിന്തുണ നൽകി. ഇത്തിദാന ഇടവക പിതൃ യൂണിറ്റ് ജൂൺ 16 പിതൃദിനമായി ആരംഭിച്ചു. അന്നേ ദിവസം രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രസിഡന്റ് ജോസ് തെക്കേക്കര പതാക ഉയർത്തി യൂണിറ്റ് പ്രവർത്തനങ്ങളെ വിലയിരുത്തി സംസാരിച്ചു. ശേഷം രാവിലെ 9 മണിയോടുകൂടി കൊറോണ ഡയറക്ടർ റവറൻഡ് ഫാദർ ജോസഫ് കട്ടപ്പുറവും കൊറോണ ഭാരവാഹികളും നമ്മുടെ യൂണിറ്റ് സന്ദർശിക്കുകയും ഈടവകയിലെ ഏറ്റവും പ്രായം കൂടിയ കോട്ടയം ചാണ്ടിച്ചൻ എന്ന KT അലക്സാണ്ടറിന്റെ മകൻ സന്ദർശിക്കുകയും ഷാൾ അണിയിച്ച് അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തു. തത്സമയം ഈ ഇടവക വികാരി ഫാദർ ഫിലിപ്പ് നെൽപ്പരപ്പറമ്പിൽ, ഡയറക്ടർ ഫാദർ ക്രിസ്റ്റോ നേര്യപ്പറമ്പിൽ, മാതൃപിതൃവേദി ഭാരവാഹികളും ഇതിന് നേതൃത്വം നൽകി. മാർച്ച് 8 മാതൃദിനത്തോടനുബന്ധിച്ച് തുരുത്തി കൊറോണയുടെ ആരോഗ്യത്തിൽ അമ്മമാരും നടൻ എന്ന ആശയത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് ഈ യൂണിറ്റിലും ബഹുമാനപ്പെട്ട വൈദികരും ആനിമേറ്റർ സിസ്റ്ററും മാതൃപിതൃവേദി അംഗങ്ങളും ചേർന്ന് ഏതൻ തോട്ടത്തിൽ വൃക്ഷത്തൈ നട്ടു. കൊറോണ തലത്തിൽ സംഘടിപ്പിച്ച മരിയൻ ഭക്തിഗാന മത്സരത്തിൽ നമ്മുടെ യൂണിറ്റിൽ നിന്ന് പങ്കെടുത്ത 4 ടീമുകളിൽ സുനി ചീരമ്പേരിൽ ടീം 1ാം സ്ഥാനവും, കൊറോണ കേരളം എന്ന ഉപന്യാസ മത്സരത്തിൽ ഈ യൂണിറ്റിലെ സിന്ധു ആന്റണി പുതുപ്പറമ്പിൽ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. എല്ലാ വർഷവും കൊറോണ തലത്തിൽ നടത്താറുള്ള ഓണാഘോഷ പരിപാടിയോടനുബന്ധിച്ച് നടത്തിയ ഓണപ്പാട്ടിലും അത്തപ്പൂക്കള മത്സരത്തിലും ദൃശ്യാവിഷ്കരണ മത്സരത്തിലും
ഈ യൂണിറ്റ് രണ്ടാം സമ്മാനം കരസ്ഥമാക്കി. ഈ പരിപാടികൾക്കെല്ലാം നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ക്രിസ്റ്റോ അച്ഛന് ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. കൊറോണ തലത്തിൽ ഓൺലൈൻ വഴി സംഘടിപ്പിച്ച കലാമത്സരങ്ങളിൽ പ്രസംഗം, ലളിതഗാനം, കുടുംബഗാന മത്സരം എന്നിവയിലെല്ലാം ഈ യൂണിറ്റ് പങ്കെടുക്കുകയും സമ്മാനങ്ങൾ നേടുകയും ഉണ്ടായി. ചങ്ങനാശ്ശേരി അതിരൂപത ഫാമിലി അപ്പസ്തോലിക് സംഘടിപ്പിച്ച നസ്രാണി തറവാട് മധുരവെക്കൽ മത്സരത്തിൽ ഈ യൂണിറ്റ് പങ്കെടുത്ത് 3ാം സ്ഥാനം കരസ്ഥമാക്കി. ഈ യൂണിറ്റ് വിജയത്തിന്റെ പാരമ്പര്യത്തിലെത്തിച്ച എല്ലാ അംഗങ്ങൾക്കും, പ്രത്യേകിച്ച് നസ്രാണി തറവാടിന്റെ സ്ക്രിപ്റ്റ്, എഡിറ്റിംഗ്, ഡയറക്ഷൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ച ശ്രീ മനോജ് കാപ്പിൽ, ഡെന്നി മുക്കരണത്ത്, ബഹുമാനപ്പെട്ട ക്രിസ്റ്റോച്ചൻ, ബഹുമാനപ്പെട്ട ഫിലിപ്പച്ചൻ എന്നിവർക്കും മാതൃപിതൃവേദിയുടെ നന്ദിയും പ്രാർത്ഥനയും അറിയിച്ചു. 2021 ഫെബ്രുവരി 7-ാം തീയതി മാതൃപിതൃവേദിയുടെ അടുത്ത 2 വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് റവറൻഡ് ഫാദർ അജോ പീഡിയക്കൽ, ആനിമേറ്റർ സിസ്റ്റർ ലിസ്യു എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്നു. പിതൃവേദി പ്രസിഡന്റ് സിബിച്ചൻ കോച്ചേരി, വൈസ് പ്രസിഡന്റ് തോമസ് പാരഡൈസ്, സെക്രട്ടറി സലേഷ് ചാക്കോ, ജോയിന്റ് സെക്രട്ടറി ബിജു വർഗീസ്, പ്രസിഡന്റ് ടോണി ആയിരമല, കൗൺസിലേഴ്സ് ജോസ് തെക്കേക്കര, ജോർജ് കരിവൽ എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. പിതൃവേദിയുടെ എല്ലാ പുതിയ ഭാരവാഹികൾക്കും ആശംസകൾ അറിയിക്കുന്നു. സെന്റ് ഓഫ് 13/2/2021 ഈ ഇടവകയിൽ നിന്നും അജമാനധർമ്മം പൂർത്തിയാക്കി പുതിയ കർമ്മമേഖലയിലേക്ക് കടന്നു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട വികാരിയച്ഛൻ കൊച്ചച്ഛനും ഈ യൂണിറ്റ് സമുചിതമായ രീതിയിൽ യാത്രയപ്പ് നൽകി. പിതൃവേദി മാതൃവേദിയുടെ നാമത്തിലുള്ള സ്നേഹോപകാരം വൈദികർക്ക് നൽകുകയുണ്ടായി. ആശംസകൾക്കും മറുപടി പ്രസംഗത്തിനും വിരത്തിനും ശേഷം മാതൃപിതൃവേദി ആന്തം ആലോചിച്ചു. സ്നേഹവിരുന്നോടെ യോഗം സമാപിച്ചു. പിതൃവേദിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ച് ഈ യൂണിറ്റിലെ വിജയത്തിന്റെ പരമോന്നതയിലെത്തിച്ച സ്നേഹബഹുമാനപ്പെട്ട വൈദികർക്കും ആനിമേറ്റർ സിസ്റ്ററിനും ഈ യൂണിറ്റിൽ ശക്തികേന്ദ്രമായി പ്രവർത്തിക്കുന്ന എല്ലാ മാതൃപിതൃവേദി അംഗങ്ങൾക്കും ഈ സംഘടനയെ ധീരമായി മുന്നോട്ട് നയിച്ച യൂണിറ്റ് ഭാരവാഹികൾക്കും നന്ദിയും പ്രാർത്ഥന അറിയിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് യോഗത്തിന്റെ അംഗീകാരത്തിനായി അധ്യക്ഷ സമക്ഷം സമർപ്പിക്കുന്നു. പിതൃവേദി സെക്രട്ടറി KC സെബാസ്റ്റ്യൻ. മാതൃവേദി സംഘടനയുടെ ഇതിത്താനം മാതൃവേദി സംഘടനയുടെ 2018 ഡിസംബർ മുതൽ 2021 മാർച്ച് വരെയുള്ള റിപ്പോർട്ട്. കുടുംബ പ്രസിദ്ധ സംഘടനയായ മാതൃവേദി ഇതിത്താനം ഇടവകയിൽ 40ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഈ അവസരത്തിൽ ഈ സംഘടനയുടെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ അംഗങ്ങൾക്കും ഈ ഭരണസമിതിയുടെ പേരുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഇത്രയും ശക്തമായി മുന്നോട്ട് പോകുന്ന മാതൃവേദിക്ക് തുടക്കം കുറിച്ച് നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ ഫാദർ ഫിലിപ്പ് ചാവറയ്ക്ക് ഈ മാതൃവേദി കുടുംബത്തിന്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഈ ഇടവകയിലെ മാതാക്കളെ ഒരു ചരടിൽ കോർത്തിണങ്ങി പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുവാനും വിജയത്തിലെത്തിക്കുവാനും അഹോരാത്രം പരിശ്രമിച്ച ബഹുമാനപ്പെട്ട മുൻ ആനിമേറ്റർ സിസ്റ്റർ ക്രിസ്റ്റി ജയസിനും ഇപ്പോഴത്തെ ആനിമേറ്റർ സിസ്റ്റർ ലിസ്യുവിനുമുള്ള കടപ്പാടും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ മാതൃപിതൃ പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ച നമ്മുടെ വികാരിയച്ഛനായിരുന്ന ബഹുമാനപ്പെട്ട ഫിലിപ്പച്ചനെ സ്നേഹത്തോടെ ഓർക്കുന്നു. അതുപോലെ മാതൃവേദിയുടെ ഈ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങൾക്കെല്ലാം സഹായഹസ്തവുമായി കൂടെ നിന്ന് പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട ജോസി അച്ഛനെയും ബഹുമാനപ്പെട്ട ജോൺ അച്ഛനെയും അജോ അച്ഛനെയും ക്രിസ്റ്റോ അച്ഛനെയെല്ലാം ക്രിസ്റ്റോ അച്ഛനും ഒക്കെയുള്ള ആടിമരെ നന്ദി അറിയിക്കുന്നു. 28/10/2018 ബഹുമാനപ്പെട്ട PC കൂടത്തിന്റെ നേതൃത്വത്തിലുള്ള മാതൃവേദിയുടെ ഭരണസമിതി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2018 ഡിസംബർ മുതൽ 2019 ഡിസംബർ വരെ ഒരു വർഷക്കാലം ഈ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടികൾ. 21/19 സീറോ മലബാർ മാതൃവേദി ജനറൽ ബോഡി യോഗം കുന്നത്താനം സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ നടന്നു. ബഹുമാനപ്പെട്ട അതിരൂപത ഡയറക്ടർ ജോസ് മുകളേനച്ചന്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ യൂണിറ്റിൽ നിന്നും മാർഗംകളി അവതരിപ്പിച്ചു. ബഹുമാനപ്പെട്ട അച്ഛൻ ഇതിത്താനം യൂണിറ്റിന്റെ മികവുറ്റ പ്രവർത്തനങ്ങളെ പ്രശംസിച്ച് സംസാരിക്കുകയും സമ്മാനം നൽകുകയും ചെയ്തു. 17/2/19 ഭവന നേതൃത്വ സംഗമം തുരുത്തിപ്പള്ളിയിൽ നടന്നു. ഇതിത്താനം യൂണിറ്റിൽ നിന്നും ഒരു പ്രയർ ഡാൻസ് ദൃശ്യാവിഷ്കരണത്തോടെ അവതരിപ്പിക്കുകയും ചെയ്തു. 16/3/19 ഉണർവ് എന്ന ഫൊറോന പരിപാടിയിൽ നമ്മുടെ യൂണിറ്റിൽ നിന്നും പങ്കാളിത്തം ഉണ്ടായിരുന്നു. 2019 വിശ്വാസോത്സവത്തിൽ അധ്യാപകരെയും കുട്ടികളെയും സഹായിക്കാനായി മാതൃവേദി അംഗങ്ങൾ സഹകരിച്ചു.
14/4/2019 ഓശാന ഞായറാഴ്ച വൈകിട്ട് 4:30 വിശുദ്ധ കുർബാനയോട് കൂടി വൃദ്ധജന സംഗമം നടത്തി. പള്ളിയിലെത്താൻ ബുദ്ധിമുട്ടിയിരുന്ന വൃദ്ധജനങ്ങളെ മാതൃപിതൃവേദി അംഗങ്ങൾ വണ്ടിയിൽ പള്ളിയിൽ എത്തിക്കുകയും ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എന്നിവ പരിശോധിക്കുന്നതിനായി സൺഡേ ക്ലിനിക്ക് പ്രവർത്തിക്കുകയും ചെയ്തു. കൂടാതെ വൃദ്ധജനങ്ങളുടെ സൗകര്യപ്രകാരം ബഹുമാനപ്പെട്ട വൈദികർ അവരുടെ അടുത്ത് ചേർന്നിരുന്ന് കുമ്പസാരിപ്പിക്കുകയും ചെയ്തു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം എല്ലാവർക്കും കൊന്ത സമ്മാനമായി നൽകി. തുടർന്ന് പള്ളിയുടെ മുൻഭാഗത്തായി കസേരകൾ ക്രമീകരിച്ച് മീറ്റിംഗ് നടത്തുകയും പരസ്പരവും ബഹുമാനപ്പെട്ട വൈദികരുമായി സ്നേഹ സംഭാഷണം നടത്താനുള്ള അവസരവുമായിരുന്നു അത്. സ്നേഹവിരുന്നിന് ശേഷം എല്ലാവരും സ്വഭവനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു. 16/4/2019 നോമ്പുകാലത്ത് നടത്താറുള്ള പതിവ് പോലെയുള്ള പാനവായന മത്സരം മാതൃപിതൃവേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്നു. കാറ്റഗറി തിരിച്ചുള്ള മത്സരത്തിൽ വിജയികളായവർക്ക് സമ്മാനം വിതരണം ചെയ്യുകയും ചെയ്തു. 26/4/2019 അതിരൂപത വചന വീട് ഉദ്ഘാടനം. നമ്മുടെ യൂണിറ്റിൽ നിന്നും 20ഓളം പേർ പങ്കെടുത്തു. 29/4/2019 നമ്മുടെ യൂണിറ്റിന്റെ വചന വീടിന്റെ ഉദ്ഘാടനം അന്നേ ദിവസത്തെ രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ബഹുമാനപ്പെട്ട ജോൺ അച്ഛന്റെ നേതൃത്വത്തിൽ നടക്കുകയുണ്ടായി. 7/15/2019 യൂണിറ്റ് പൊതുയോഗം നടത്തി. 100 ദിന കർമ്മ പദ്ധതിയായിരുന്നു പ്രധാന അജണ്ട. 11/5/2019 അതിരൂപത മാതൃദിനം കുറുമ്പനാടൻപള്ളിയിൽ വെച്ച് നടക്കുകയുണ്ടായി. മാതൃദിനാഘോഷത്തിലും മീറ്റിംഗിലും എല്ലാം നമ്മുടെ ഇടവകയിൽ നിന്നും മാതാക്കൾ സജീവ പങ്കാളിത്തം വഹിച്ചു. 12/5/2019 യൂണിറ്റ് മാതൃദിനാഘോഷം ബഹുമാനപ്പെട്ട ജോണച്ചന്റെ നേതൃത്വത്തിലുള്ള വിശുദ്ധ കുർബാനയിലൂടെ ആരംഭിച്ചു. വൃദ്ധരായ മാതാപിതാക്കളുടെ ത്യാഗപൂർണമായ സമർപ്പണ ജീവിതത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട അച്ഛൻ കുർബാനയെ മധ്യയുള്ള പ്രസംഗത്തിൽ ഹൃദയസ്പർശിയായി ഉദ്ബോധിപ്പിക്കുകയും ചെയ്തു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നമ്മുടെ ഇടവകയിലെ പ്രായം കൂടിയ അമ്മയായ ത്രസ്യാമ പോത്തൻ മനത്തുരുത്തിയെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. കൂടാതെ 10 മക്കളിൽ കൂടുതലുള്ള 3 അമ്മച്ചിമാരെ ആദരിക്കുകയും നമ്മുടെ ഇടവകയിൽ 75 വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവരും എന്നാൽ പള്ളിയിൽ അന്നേ ദിവസം എത്തിച്ചേരാൻ സാധിക്കുന്നവർക്കെല്ലാം പ്രത്യേക പ്രാർത്ഥന നടത്തുകയും കൊന്ത സമ്മാനമായി നൽകുകയും ചെയ്തു. ഇനിയും ഇതുപോലുള്ള ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യണമെന്ന് വന്ന അമ്മച്ചിമാർ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. സ്നേഹവിരുന്നിന് ശേഷം യോഗം അവസാനിച്ചു. 3/5/2019 നമ്മുടെ ഇടവകയിൽ സുദീർഘമായ സേവനത്തിന് ശേഷം സ്ഥലം മാറിപ്പോയ നമ്മുടെ ബഹുമാനപ്പെട്ട ജോൺ പ്ലാത്താനച്ചന് മാതൃപിതൃവേദി അംഗങ്ങൾ യാത്രയയപ്പ് നൽകി. 2/6/2019 ദിനത്തോടനുബന്ധിച്ച് വൈകിട്ട് 4:30 വിശുദ്ധ കുർബാനയിൽ ഇടവകയിലെ എല്ലാ പ്രായമായ പിതാക്കന്മാരെയും പങ്കെടുപ്പിച്ചു. ഇടവകയിലെ മാതൃകാ ദമ്പതികളായവരെ ആദരിച്ചു. കുർബാനയിൽ സംബന്ധിച്ച് പ്രായമുള്ള എല്ലാവർക്കും സമ്മാനങ്ങൾ നൽകി. പിതൃവേദിയുടെ എല്ലാ പ്രവർത്തനങ്ങളും സഹായഹസ്തമായി മാതൃവേദി അംഗങ്ങളൊപ്പം പ്രവർത്തിച്ചു. ഇരിപ്പിടങ്ങൾ ക്രമീകരിക്കുന്നതിനും സ്നേഹവിരുന്നിനുമെല്ലാം മാതൃവേദി അംഗങ്ങൾ സഹകരിച്ചു. ജൂൺ 5 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് മാതൃപിതൃവേദി അംഗങ്ങൾ മാതൃപിതൃവേദി സംരംഭമായ ഏതൻ തോട്ടത്തിൽ വൃക്ഷത്തൈകൾ നട്ടു. 15/6/2019 ബഹുമാനപ്പെട്ട ആനിമേറ്റർ സിസ്റ്റർ ക്രിസ്റ്റിയുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് കെയർ അംഗങ്ങളുടെ കൂടെ രോഗി സന്ദർശനം നടത്തി. ഒപ്പം പ്രഷർ ചെലുത്തുകയും ചെയ്തു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആശ്വാസവചസ്സുകൾ പങ്കുവയ്ക്കുകയും ചെയ്തു. 20/6/2019 മാതൃപിതൃവേദി സംയുക്ത മീറ്റിംഗ് നടന്നു. 2019 SSLC +2 പരീക്ഷയിൽ ഫുൾ A+ വാങ്ങിയ കുട്ടികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു. കൂടാതെ ഗ്രാൻഡ് പേരൻസിന് ഒരു കത്ത് എന്ന മത്സരത്തിൽ വിജയികളായവർക്ക് സമ്മാനം നൽകി. 10/7/2019 വചന ചോദ്യം നടത്തി. ഇടവകയിലുള്ള കുറച്ച് വീടുകളിൽ മാതൃവേദി അംഗങ്ങൾ ചെന്ന് കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുകയും വചനം വായിക്കുകയും ചെയ്തു. 20/7/2019 വചന വീടിന്റെ ആഭിമുഖ്യത്തിൽ മാതൃപിതൃവേദി അംഗങ്ങൾ വചന പറച്ചിൽ മത്സരം നടത്തി. കാറ്റഗറി തിരിച്ചുള്ള മത്സരത്തിൽ നിരവധി പേർ വചനം കാണാതെ പഠിച്ച് കോട്ടോടുകൂടി പറഞ്ഞു. സമ്മാനാർഹരായവർക്ക് സമ്മാനം നൽകുകയും ചെയ്തു. 24/7/2019 ഇടവകയിൽ 2 അമ്മച്ചിമാർ മാത്രം താമസിക്കുന്ന ഒരു ഭവനത്തിൽ മാതൃവേദി അംഗങ്ങൾ ചെല്ലുകയും വീടും പരിസരവും വൃത്തിയാക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുകയും ചെയ്തു. 29/7/2019 ഇടവകയിലെ മാതൃവേദി അംഗങ്ങൾ ബഹുമാനപ്പെട്ട ആനിമേറ്റർ സിസ്റ്റർ ക്രിസ്റ്റിയുടെ നേതൃത്വത്തിൽ ഏലിശ സന്ദർശനം നടത്തി. ഇടവകയിലുള്ള ഗർഭിണികളായവരെ സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും സ്നേഹ സംഭാഷണങ്ങൾ നടത്തുകയും സ്നേഹപ്രഹാരം വിതരണം ചെയ്യുകയും ചെയ്തു. 4/8/19 വചന വീടുമായി ബന്ധപ്പെട്ട ഇടവക നഗരത്തിൽ ബൈബിൾ ക്വിസ് മത്സരം നടത്തി. ബഹുമാനപ്പെട്ട അജു അച്ഛനാണ് മത്സരത്തിന് നേതൃത്വം നൽകിയത്. 11/8/2019 ഞായറാഴ്ച രാവിലെ 9:45 തിരുവാല സഖ്യം കുട്ടികൾക്ക് കിഡ്സ് ഫെസ്റ്റ് നടത്തി. കുട്ടികളെ ആക്ഷൻ സോങ്ങും പാട്ടുമൊക്കെ പഠിപ്പിക്കുകയും അവരുമായി സൗഹൃദ സംഭാഷണം നടത്തുകയും ചോക്ലേറ്റ്സ് വിതരണം ചെയ്യുകയും ചെയ്തു. കൂടാതെ അന്നേ ദിവസം തന്നെ ബഹുമാനപ്പെട്ട അജു അച്ഛന്റെ നേതൃത്വത്തിൽ യുവതി യുവാക്കൾ സംഗമവും നടത്തി. അന്നേ ദിവസം മാതൃവേദിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആരോഗ്യസ്ഥിതി പോലും കണക്കാക്കാതെ മുന്നിട്ടിറങ്ങുന്ന ബഹുമാനപ്പെട്ട ആനിമേറ്റർ സിസ്റ്റർ ക്രിസ്റ്റിയാമ്മയുടെ നാമഹേതു തിരുനാൾ ആഘോഷം നടന്നു. ബഹുമാനപ്പെട്ട വൈദികരുടെ സാന്നിധ്യത്തിൽ മാതൃപിതൃവേദി അംഗങ്ങൾ ഒത്തുചേർന്ന
കേക്ക് മുറിച്ച് മധുരം പങ്കിടുകയും ക്രിസ്ത്യമ്മയ്ക്ക് എല്ലാവരും ആശംസകൾ അർപ്പിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട അജോ അച്ഛന്റെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ നടത്തുകയും മാതൃപിതൃവേദികൾ ഒത്തുചേർത്ത് ഓണസദ്യ ഉണ്ടാക്കുകയും സ്നേഹപൂർവ്വം അത് പങ്കിട്ട് കഴിയുകയും ചെയ്തു. 12/8/2019 ഫൊറോന ഫാമിലി ബൈബിൾ ക്വിസ് നടന്നു. നമ്മുടെ ഇടവകയിൽ നിന്നും കുടുംബങ്ങൾ പങ്കെടുക്കുകയും 4 സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു. 10/8/2019 വചനവീട് കർമ്മ പദ്ധതിയോടനുബന്ധിച്ച് ബൈബിൾ എഴുത്ത് മത്സരം നടത്തി. നിശ്ചിത സമയത്തിനുള്ളിൽ സുവിശേഷം മുഴുവൻ എഴുതുന്നവർക്കായിരുന്നു സമ്മാന അർഹരാർക്ക് സമ്മാനം നൽകുകയും ആശംസകൾ അർപ്പിക്കുകയും ചെയ്തു. 15/8/2019 ബഹുമാനപ്പെട്ട അജോ അച്ഛന്റെ നേതൃത്വത്തിൽ വചന വീട് സമാപനം നടത്തി. വിശുദ്ധ ഗ്രന്ഥം ധൂപിക്കുകയും സന്നിഹിതരായിരുന്നവരെയെല്ലാം വിശുദ്ധ ഗ്രന്ഥം മുദ്രിപ്പിക്കുകയും ചെയ്തു. 100 ദിന കർമ്മ പദ്ധതി ഏപ്രിൽ 28 മുതൽ ആഗസ്റ്റ് 15 വരെ നടന്ന വചനം വീട് 100 ദിന കർമ്മ പദ്ധതിയുമായി അതിരൂപതയുടെ മാർഗനിർദ്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾക്കാവുന്ന രീതിയിലെല്ലാം നമ്മൾ 100 ദിന കർമ്മ പദ്ധതി നടത്തുകയും റിപ്പോർട്ട് അതിരൂപതയിൽ സമർപ്പിക്കുകയും ചെയ്തു. കൂടാതെ 2019 ഏറ്റവും കൂടുതൽ കുടുംബജ്യോതി വാങ്ങിച്ചതിനും ഏറ്റവും കൂടുതൽ കൂപ്പൺ വിരിച്ചതിനും നമ്മളുടെ ഇടവകയ്ക്കായിരുന്നു 1ാം സ്ഥാനം. സ്ഥിരമായി ഇടവക തലത്തിൽ ചെയ്യുന്ന പരിപാടികൾ: 2ാം വെള്ളി ഉപവാസ പ്രാർത്ഥന, കൊന്ത വിശുദ്ധ കുർബാന, ക്ലാസ്, ആരാധന, നേർച്ചക്കഞ്ഞി. 3ാം വെള്ളി പള്ളി ക്ലീനിങ്, രോഗി സന്ദർശന പ്രാർത്ഥന, ആവശ്യമായ സഹായം എത്തിക്കൽ, സൺഡേ ക്ലിനിക് പ്രവർത്തനങ്ങളുടെ ഭാഗഭാഗിത്വം, എക്സിക്യൂട്ടീവ് മീറ്റിംഗ്, പ്രോലൈഫ് പ്രാർത്ഥന, എല്ലാ 4ാം വെള്ളിയാഴ്ചയും പാറയും വലിയും തീർത്ഥാടനം, സിംഗിൾ പേരന്റിംഗ് ഫോളോ അപ്പ് പരിപാടി. അതുപോലെ തന്നെ 2019 മാർച്ച് മുതൽ 2021 വരെ കൊറോണ വൈറസ് മഹാമാരിയെ തുടർന്ന് നമ്മുടെ സാമൂഹ്യ പ്രവർത്തനങ്ങളെല്ലാം ബന്ധിഭവിച്ചു. അതുകൊണ്ട് നമ്മുടെ മാതൃപിതൃ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. എങ്കിലും മാതൃവേദി സംഘടന അതിരൂപതയുടെയും കൊറോണയുടെയും മാർഗനിർദ്ദേശം ഉൾപ്പെടെ പ്രവർത്തിക്കുന്നു. എല്ലാ ഓൺലൈൻ മത്സരത്തിലും പങ്കെടുക്കുകയും സമ്മാനങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്തു. ഈ വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് കൊറോണയിൽ നമുക്ക് 3ാം സ്ഥാനം ലഭിക്കുകയുണ്ടായി. അതിരൂപതയിൽ നസ്രാണി തറവാടിന് 3ാം സ്ഥാനം ലഭിക്കുകയുണ്ടായി. നന്ദിയുടെ ഒരു വാക്ക്. ഈ സംഘടനയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും മുൻപോട്ട് നയിച്ച ഓരോ അംഗങ്ങൾക്കും ഈ ഭരണസമിതിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇത്തിത്താനം മാതൃപിതൃവേദിയുടെ പേര് കൊറോണയിൽ മുൻപന്തിയിൽ എത്തിക്കുന്നതിന് ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുകയും ഞങ്ങൾക്ക് പ്രചോദനം നൽകുകയും ചെയ്ത ബഹുമാനപ്പെട്ട വൈദികർക്കും ആനിമേറ്റഡ് സിസ്റ്റേഴ്സിനുമുള്ള നന്ദി അറിയിക്കുന്നു. കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും മാതൃവേദിയുടെ മധ്യസ്ഥയായ റീത്ത പുണ്യതയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ടും 2018-2021 റിപ്പോർട്ട് സാധനം സമർപ്പിക്കുന്നു. സെക്രട്ടറി സിന്ധു ആന്റണി. അടുത്തതായി സമ്മേളനത്തിന് ആശംസ അർപ്പിക്കുന്നതിനായി നമ്മുടെ ആനിമേറ്റഡ് സിസ്റ്റർ ക്ഷണിക്കും. റിപ്പോർട്ടുകൾ രണ്ടും കേട്ടല്ലോ, പാസ്സാക്കാമല്ലോ. റിപ്പോർട്ട് സമയം പോയി. ഡയറക്ടർ വർഗീസ്, നമ്മുടെ പള്ളിയുടെ അസിസ്റ്റന്റ് വികാരിയായി സേവനം ചെയ്യുന്ന ജസ്റ്റിൻ അച്ഛൻ, പ്രിയപ്പെട്ട ജെസ്സി കൂടത്തിൽ മുൻ പ്രസിഡന്റ് പിതൃവേദിയുടെ ജോസ് തിക്കേര, പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട റോസ്ലി സിരിച്ചൻ ബോച്ചേരി, മറ്റെല്ലാ ഭാരവാഹികളും. ഈ സംഘടന സജീവമായി പ്രവർത്തിക്കുവാൻ കുറേ ആൾക്കാരെ കൊണ്ടുവരാൻ അവർക്കും ഏറ്റവും ഉത്തേജനം നൽകിയ ഞങ്ങളുടെ കുറേ സഹപ്രവർത്തകരുണ്ട്. നല്ല ഉദ്ദേശത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രവർത്തകർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ആശംസിച്ചുകൊണ്ട് എൻ്റെ 2 വാക്കുകൾ പറയട്ടെ. കഴിഞ്ഞ വർഷത്തെ നമ്മുടെ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് കേട്ടു. ആ റിപ്പോർട്ടിൽ നമുക്ക് കോവിഡ് ലോക്ക്ഡൗൺ പീരീഡ് ആയെങ്കിൽ പോലും ഓൺലൈനിലൂടെ ഒത്തിരി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാനും അതിരൂപതയിൽ നമ്മുടെ കൊറോണയിൽ തന്നെ 3ാം സ്ഥാനം നേടാനും അതിരൂപതയിലെ നസ്രാണി തറവാടിൻ്റെ പരിപാടിക്ക് 3ാം സ്ഥാനം നേടാനും നമുക്ക് സാധിച്ചത് വലിയ ഒരു നേട്ടമായി ഞാൻ കരുതുന്നു. മറ്റൊന്ന്, നമ്മുടെ മാസിക കുടുംബജ്യോതി മാസിക കുടുംബങ്ങൾക്ക് കൂടുതൽ പ്രചോദനം നൽകുന്ന അറിവ് പ്രദാനം ചെയ്യുന്ന കുടുംബ പ്രേക്ഷകത്തിൻ്റെ മൂല്യത്തെക്കുറിച്ചും അതുപോലെ മൂല്യമുട്ട നല്ല കുടുംബജീവിതം എങ്ങനെ നയിക്കണം എന്നതിനെക്കുറിച്ചുള്ള നല്ല ആശയങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു മാസികയാണ്
കുടുംബജ്യോതി. അത് നമ്മൾക്ക് 75,000 രൂപയാണ് കിട്ടേണ്ടത് ഉണ്ടായിരുന്നു. 500 പരം പൈസ നമ്മൾ വരുത്തിയത്. അതിൽ കോവിഡ് വന്നതോടുകൂടെ അത് 100 രൂപയായിട്ട് കുറച്ചു. 75,000 പകരം നമുക്ക് 55,000 കിട്ടേണ്ടതായിരുന്നു. പക്ഷേ നമ്മുടെ 3 പ്രവർത്തകരുടെ, അതായത് അവരുടെ ഫോൺ വിളിക്കുക, മത്സരം കേട്ടുക, പിന്നെ ഫോൺ വിളിക്കുമ്പോൾ സപ്ലൈ ചെയ്യുന്നവരും എടുത്തുകൊണ്ട് പോകുന്നവരുടെ നല്ലതല്ലാത്ത ചില വാക്കുകളൊക്കെ കേട്ട് എതിരിച്ചിട്ട് പോലും നന്നായിട്ട് പ്രവർത്തിച്ച ഞങ്ങളുടെ പ്രസിഡന്റും ഒപ്പം ജെസ്സി കുളത്തിൽ 2 ആഴ്ച കൊണ്ട് കൈയെഴുത്ത് മാസികയാണ് എങ്ങനെ നിമിഷങ്ങളിലുണ്ടാക്കി എനിക്കറിയില്ല. ഏതായാലും അങ്ങനെ കൈയെഴുത്ത് മാസികയുണ്ട്. പിന്നെ ഓൺലൈൻ പെർഫോമൻസ് കൊണ്ട് നമ്മുടെ സംഘടന, നമ്മുടെ ഈ വിദ്യുതാന ഇടവകയുടെ നല്ല പേര് സംരക്ഷിക്കാൻ ഏറെ പ്രവർത്തിച്ച ഒത്തിരി നല്ല ആൾക്കാരുണ്ട്. കുടുംബനാഥൻ്റെ ജോലി, ഒരു ബിസിനസ് നടത്തുക ജോലി, ഇതെല്ലാം ഉണ്ടായിട്ടും ഈ പ്രവർത്തനങ്ങളൊന്ന് സമയം ചെലവഴിക്കുവാൻ ഇതിൻ്റെയൊക്കെ ദൈവികമായ മൂല്യം അത് ദൈവം തരാൻ പോലും റിട്ടേൺസ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രവർത്തിച്ച ഒത്തിരി കുടുംബനാഥന്മാരുണ്ട്. അവരെ നിങ്ങൾ ദൈവസമർത്ഥമായി അനുഗ്രഹിക്കുന്നുണ്ട്, തീർച്ചയായും നിങ്ങൾ ഉറപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ പ്രതിസമ്മാനം വാഗ്ദാനം ചെയ്യുന്നതോടൊപ്പം അടുത്ത വർഷത്തേക്ക് നിങ്ങൾ 2 ദിവസം ഇവിടെ ജോർജിക്കാരും പറഞ്ഞു കുറേ ആൾക്കാരെ ഇവിടെ നമുക്ക് ക്യാമ്പയിൻ നടത്തണം. അപ്പോൾ നല്ല ആശയങ്ങളുള്ള നല്ല പ്രവർത്തകർ കടന്നു വന്നിട്ടുണ്ട്. അവർക്കും കഴിഞ്ഞ ഭാരവാഹികൾക്കും എല്ലാവർക്കും നന്ദി പറയുന്നതോടൊപ്പം പുതിയ ഭാരവാഹികൾക്ക് ഒത്തിരി ആശംസകൾ. അവരുടെ പ്രവർത്തന വർഷം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രവർത്തന വർഷത്തെ എന്തൊക്കെ ചെയ്യണമെന്നുള്ള പരിശുദ്ധ പിതാവിൻ്റെ വിഷയം നമുക്ക് തന്നിട്ടുണ്ട്. കുടുംബവർഷം, ഒപ്പം വിശുദ്ധ യോസേഫ് പിതാവിൻ്റെ വർഷം. കുടുംബവർഷം ആരംഭിച്ച് കഴിഞ്ഞിട്ടില്ല. അത് 2021 ജൂൺ 23-ാം തീയതി വിശുദ്ധ പിതാവ് വത്തിക്കാൻ ആദ്യത്തെ നടത്തുന്ന ലോക കുടുംബ സംഗമത്തിൽ വെച്ചായിരിക്കും ഉദ്ഘാടനം ചെയ്യപ്പെടുക. അപ്പോൾ അതിൻ്റെ വിഷയമായിട്ട് നമുക്ക് 5 വർഷം മുമ്പ് എഴുതപ്പെട്ട നാബോറിസ് ലത്തീഷ്യ എന്ന കുടുംബ ജീവിതത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച്, അതിൻ്റെ അമൂല്യതയെക്കുറിച്ച് പ്രഖ്യാപിക്കുന്ന ഗ്രന്ഥമാണ്. ഒപ്പം കുടുംബജീവിതം, വിവാഹ ജീവിതം, മാനുഷിക സ്നേഹത്തെ എങ്ങനെ വിശുദ്ധിയുടെ ലേഖനയിൽ ഉയർത്താം, അതുപോലെ കുഞ്ഞുങ്ങൾക്ക് സത്യത്തിൽ, സ്നേഹത്തിലും സത്യത്തിലും എങ്ങനെ ഫോർമേഷൻ കൊടുക്കാൻ സാധിക്കും, അങ്ങനെ ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുവാൻ ഇനി കുടുംബത്തിലേക്ക് കടന്നു ചെല്ലുവാനും എങ്ങനെയൊക്കെ നമുക്ക് സാധിക്കും, ജനങ്ങളെ ദൈവത്തിലേക്ക് നയിക്കാൻ. നഷ്ടപ്പെട്ടു ഒത്തിരി പറഞ്ഞു കഴിഞ്ഞു, സമ്പത്തിൻ്റെ മറ്റു മൂല്യങ്ങളുടെയൊക്കെ. അതുകൊണ്ട് അവയിൽ നിന്നൊക്കെ വിടുതൽ നമ്മുടെ പഴയ കുടുംബത്തിൻ്റെ ആ മാഹാത്മ്യത്തിലേക്ക്, വിശുദ്ധിയിലേക്ക് കടന്നുകൊണ്ട് പോകാൻ ഒത്തിരി പ്രവർത്തിക്കാൻ സാധ്യത നിങ്ങളുടെ മുമ്പിലുണ്ട്. അതിനെല്ലാ പ്രവർത്തനം ദൈവാനുഗ്രഹം ആശംസയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി. നിങ്ങൾ ഒത്തിരി കഴിവുള്ളവരാണ്, ഞാൻ കണ്ടതാണ്. അവിഭക്ത കൊറോണ ആയിരുന്ന ചങ്ങനാശ്ശേരി 26 ഇടവകയിലുണ്ടായിരുന്നു. 26 ഇടവകയുടെ ഒരു സംഗമമായിരുന്നു. അന്ന് ഞാൻ അനുഭവിച്ചായിരുന്നപ്പോൾ കുറച്ചുകൂടെ വർഷങ്ങൾക്ക് മുമ്പ് ഇവർ സജീവമായ ഗ്രൂപ്പായിരുന്നു. ഇവർക്കായിരുന്നു ഫസ്റ്റ് എല്ലാത്തിനും. ഇവിടെ ഷാജിയും പഴുവരെയൊക്കെ എന്നോട് വന്ന് വഴക്ക് പിടിച്ചിട്ടുണ്ട്, പോലീസ് പറയുന്നതും അങ്ങനെ. അതൊക്കെ ഞാൻ ഓർമ്മിച്ച് ആ നല്ല ഇവരോടുകൂടെ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ലോക്ക്ഡൗൺ പീരീഡോണ്ടായിരിക്കാം ഇനി എന്തായാലും അല്പം മാന്യം സംഭവിച്ചിട്ടില്ല. സിബച്ചൻ്റെയും അതുപോലെ കഴിഞ്ഞ പാരഡൈസ് എല്ലാവരുടെയും നേതൃത്വത്തിൽ ഭംഗിയായിട്ട് പ്രവർത്തനം ഭംഗിയായിട്ട് അച്ഛന്മാർ കഴിവിട്ട ഒരു വിശുദ്ധരുമാണ്. അവർ പിങ്കരുമാണ്. അവരുടെ എല്ലാ വിധത്തിലും ഭംഗിയായി ദൈവത്തിന് പ്രതിഫലം സമ്മാനമായി കിട്ടത്തക്ക രീതിയിൽ സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗാഡ്, ദൈവത്തിന് മദർ തെരേസ പറയുന്നത് പോലെ എന്തെങ്കിലും മനോഹരമായി ദൈവത്തിന് ചെയ്തുകൊണ്ട് അതുകൊണ്ട് ഇന്നിരിക്കാം. എല്ലാ ആശംസകളും വിജയത്തിന് പ്രാർത്ഥനയും നൽകുന്നു. താങ്ക് യു. ശ്രീ ബിജു സത്യസ്വരൂപ ജഗത്തിരാ നിത്യരൂപങ്ങേ പഴകും ആനന്ദമാമി മഹിമകളെ അനവരതം സ്തുതി ചെയ്യും. സത്യസ്വരൂപ ജഗത്തിരാ നിത്യരൂപങ്ങേ ചിത്തസ്വരൂപ ജഗദ്ഗുരു മധ്യകുലത്തിൻ രക്ഷകനേ. ചിത്തസ്വരൂപ ജഗദ്ഗുരു മധ്യകുലത്തിൻ
രക്ഷകനെ അനുപമമങ്ങേ കാരുണ്യം അവനിൽ വാഴ്ത്തി നമിക്കുന്നു, അവനിൽ വാഴ്ത്തി നമിക്കുന്നു. സത്യസ്വരൂപ ജഗത്തില നിത്യവും അങ്ങേ വണങ്ങുന്നു. ആനന്ദാത്മ നിയാമയ ആമോദത്തിൻ നിറകുടമേ, ആനന്ദാത്മ നിയാമയ ആമോദത്തിൻ നിറകുടമേ, ദൈവിക സ്നേഹ സ്വരൂപനേ നന്ദി പറഞ്ഞു നമിക്കുന്നു, നന്ദി പറഞ്ഞു നമിക്കുന്നു. സത്യസ്വരൂപ ജഗത്പിത നിത്യവും അങ്ങേ വണങ്ങുന്നു. അടുത്തതായി നമ്മുടെ പുതിയ ഭാരവാഹികളെ പരിചയപ്പെടുത്തുന്നതിനായി പഴയ മാതൃവേദിയുടെ പഴയ പ്രസിഡന്റ് ശ്രീമതി ജെസ്സി കൊടുത്തു. ഏറ്റവും സ്നേഹബഹുമാനപ്പെട്ട നമ്മുടെ ഉദ്ഘാടന ക്രമം നിർവഹിച്ച വികാരി അച്ഛ, നമ്മുടെ ഡയറക്ടറായിട്ട് നിയമിതനായ വർഗീസ് ലിയാട്ടിശ്ശേരി അച്ഛ, ജസ്റ്റിൻ അച്ഛ, ആനിമേറ്റർ സിസ്റ്റർ, മാതൃവേദി പിതൃവേദി ഭാരവാഹികളെ, നമ്മുടെ ഈ പുതിയ പ്രവർത്തന വർഷത്തിൽ നമുക്ക് ദൈവം 3 വൈദികരെ സഹായത്തിന് നൽകിയിട്ടുണ്ട്. ആ വൈദികരുടെ ഒന്ന് നമ്മുടെ സൗമ്യവനായ വികാരിയച്ഛനാന്ന് പറയാം. അച്ഛൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഔസേപിതാവ് നിശബ്ദനാണെന്ന്. അതുപോലെ തന്നെ ഒരു നിശബ്ദനാണ് നമ്മുടെ വികാരിയച്ഛനെന്ന് നമുക്ക് മനസ്സിലായി. അച്ഛന്റെ നേതൃത്വത്തിലും പിന്നെ നമുക്ക് എല്ലാ ധൈര്യവും പകർന്നു തന്ന നമ്മുടെ ഡയറക്ടർ അച്ഛന്റെ നേതൃത്വത്തിലും ജസ്റ്റിൻ അച്ഛന്റെ നേതൃത്വത്തിലുമൊക്കെ നമുക്ക് ഈ പ്രവർത്തന വർഷത്തിൽ പുതിയ പുതിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഏറ്റവും സ്നേഹമുള്ളവരെ, എല്ലാവരും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. എന്നിരുന്നാലും എനിക്ക് ഈ കുടുംബ വർഷത്തിൽ ഔസേപിതാവിന്റെ വർഷത്തിൽ ഒരു കാര്യം മാത്രം പറയാനുണ്ട്. ദൈവജനത്തിൽ ഉൾച്ചേർന്നിരിക്കുന്ന കുടുംബ ദർശനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ ദൈവപരിപാലനയിലും വിശുദ്ധിയിലും നസ്രത്തിലെ തിരുക്കുടുംബം പോലെ മാതൃകയായ ഒരു കുടുംബജീവിതം നയിക്കുവാനും നമ്മൾ മാതാപിതാക്കളായ ഓരോരുത്തരെയും പ്രാപ്തരാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ 2 വർഷക്കാലം എനിക്ക് മാതൃവേദി സംഘടനാ പ്രവർത്തനത്തിൽ പ്രസിഡന്റായി ദൗത്യം ഏറ്റെടുക്കുവാൻ സാധിച്ചു. നമ്മുടെ വികാരി അച്ഛൻ്റെയും അജോ അച്ഛൻ, ക്രിസ്റ്റോ അച്ഛൻ, ജോൺ അച്ഛൻ അവരുടെ എല്ലാം നിർദ്ദേശത്താലും ഉപദേശത്താലും നല്ല രീതിയിൽ തന്നെ മുൻപോട്ട് നയിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. ഞാനതിന് ദൈവത്തിന് ഏറെ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ 1 വർഷക്കാലം COVID-19 പശ്ചാത്തലത്തിൽ യോഗങ്ങളും മീറ്റിങ്ങുകളും ഒന്നും കൂടാറില്ലായിരുന്നു. എന്നിരുന്നാലും നമ്മുടെ കൊറോണ ഡയറക്ടർ പല കാര്യങ്ങളും ക്രമീകരിച്ചിരുന്നു. അതെല്ലാം ഫോണിൽ കൂടെ വിളിച്ചറിയുകയും നമ്മുടെ അംഗങ്ങളെല്ലാം സജീവ പങ്കാളികളാവുകയും സമ്മാനാർഹരാകുകയും ചെയ്തിട്ടുണ്ട്. എന്നോടൊപ്പം പ്രവർത്തിച്ച 1 വർഷക്കാലം പ്രവർത്തിച്ച ക്രിസ്റ്റി സിസ്റ്ററിനെ ഞാൻ ഓർക്കുന്നു. സിസ്റ്റർ എല്ലാത്തിനും ചുക്കാൻ വഹിക്കുമായിരുന്നു. അതുപോലെ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ആനിമേറ്റർ സിസ്റ്റർ, നമ്മുടെ ഡിസി സിസ്റ്റർ, നമ്മുടെ അച്ഛൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു കൊറോണ ആനിമേറ്റർ എന്ന് പറയുന്നത്. കൊറോണ ആനിമേറ്റർ ഈ പശ്ചാത്തലത്തിൽ സിസ്റ്ററിനും മഠത്തിൽ നിന്നൊന്നും പുറത്തിറങ്ങാൻ സാധിക്കത്തില്ലായിരുന്നു. എന്നിരുന്നാലും ഞങ്ങളും കൊറോണ വാർഡിലാണ് ഞാനും ഡിസി. ഞങ്ങൾ വണ്ടിയും കൊണ്ട് ഇപ്പോൾ പല മീറ്റിങ്ങുകളും അച്ഛൻ സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ. എന്നിരുന്നാലും ഞങ്ങൾ വണ്ടി കൊണ്ട് ഇരുന്ന സിസ്റ്റർ ഓടി സന്തോഷത്തോടെ ഇറങ്ങി ഓടി വരും. ഞങ്ങൾക്കത് വളരെ സന്തോഷമായിരുന്നു. എന്നോടൊപ്പം എപ്പോഴും കൂടെയുള്ള സിന്ധുവിനെയും ജെസ്സിയൊക്കെ ഞാൻ ഓർക്കുന്നു. മറ്റു പരിപാടികൾ എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. എല്ലാവരെയും നന്ദിയോടെയും സ്നേഹത്തോടെയും ഞാൻ ഓർക്കുന്നു. ഏറ്റവും സ്നേഹമുള്ളവരെ, 1980 സെപ്റ്റംബർ 20 മേജർ ആന്റണി പടിയർ പിതാവിന്റെ ആശീർവാദ കർമ്മത്തിൽ മാതൃജ്യോതിസ് എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. അന്നു മുതൽ ഇന്ന് വരെ ആ സംഘടന നമ്മുടെ ഇടവകയിലും സജീവമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതിൽ വളരെയേറെ സന്തോഷമുണ്ട്. അന്നു മുതൽ ഇന്ന് വരെ പ്രവർത്തിക്കുന്ന അമ്മമാർ നമ്മുടെ കൂട്ടത്തിലുണ്ടെന്ന് തന്നെ പറയാം. നമ്മുടെ ഇന്നും അതിനൊരു തെളിവാണല്ലോ വൈസ് പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ നിസിയാമ്മ ചേച്ചി. എല്ലാ മീറ്റിങ്ങുകളിലും പൊതുയോഗങ്ങളിലും ആരോഗ്യ പ്രശ്നങ്ങളും ശാരീരിക അസ്വസ്ഥത ഒക്കെ ഉണ്ടെങ്കിലും ചേച്ചി വന്നെത്തും, വേണ്ട ഉപദേശങ്ങളൊക്കെ നൽകും. ചേച്ചിയെ നല്ലൊരു കയ്യടി നമുക്ക് കൊടുത്ത് അഭിനന്ദിക്കാം.
പിന്നെ നമുക്ക് പുതിയതായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഭാരവാഹികളെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. അധിക കാലമൊന്നുമായില്ല നമ്മുടെ ഇടവകയിൽ എത്തിച്ചേർന്നിട്ട് നമ്മുടെ റോസലി. എന്നിരുന്നാലും നമ്മുടെ ഇടവകയിൽ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവ പങ്കാളിയാണെന്ന് പറയാം. എനിക്കറിയാം, ഈ 2 വർഷക്കാലം ഞാൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ തന്നെ ഓരോ കാര്യങ്ങൾക്ക് വിളിക്കുമ്പോൾ റോസലി ഓടിയെത്തും. റോസലിയെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എൻ്റെ കാലം കൈമാറുന്നു. എല്ലാവിധ ആശംസകളും ഞാൻ നേർന്നുകൊള്ളുന്നു. തുടർന്നുള്ള പ്രവർത്തനം നല്ല രീതിയിൽ ആവാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ പഴയകാല സെക്രട്ടറി സിന്ധു, നമുക്കറിയാം എല്ലാ റിപ്പോർട്ടുകളും പഴയതുപോലെ 1-2 വാക്കുകളിൽ മാത്രം ഉൾക്കൊണ്ടാൽ പോരാ. ഇപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും ഫോട്ടോ എടുക്കുകയും ഒട്ടിക്കുകയും ഒക്കെ ചെയ്യണം. അതുപോലെ നല്ല രീതിയിൽ നമ്മുടെ പ്രവർത്തനം കാഴ്ചവെച്ച പഴയ സെക്രട്ടറിയെ പുതിയ സെക്രട്ടറിക്ക് സ്ഥാനം കൈമാറാൻ ക്ഷണിക്കുന്നു. എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ഞാൻ 5 വർഷമായിട്ട് മാതൃവേദിയിലെ പല പോസ്റ്റുകളിൽ മാറി മാറി കളിക്കുകയാണ്. അപ്പോൾ ഈ പ്രാവശ്യം മനഃപൂർവ്വം ഞാൻ നിൽക്കാനതാണ് പുതിയ ആൾക്കാർ ഇതിലേക്ക് കടന്നു വരണമെന്നുള്ള ആഗ്രഹത്തോടെ. അപ്പോൾ എന്നെ ഏൽപ്പിച്ച എൻ്റെ ലൈഫ് ബ്ലഡ് ആണെന്ന് തന്നെ പറയാം. അതുപോലെ ഞാൻ ഭയങ്കര ഭദ്രമായിട്ട് സൂക്ഷിക്കുകയും എഴുതാവുന്നതിന് മാക്സിമം ഞാൻ ഇതിൽ എഴുതുകയും ചെയ്യും, പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോൾ അത് പുതിയ സെക്രട്ടറിയായ ജെസ്സി ഫിലിപ്പ് കൂടത്തിന് കൈമാറിക്കൊണ്ട് എൻ്റെ സ്ഥാനം ഞാൻ ഒഴിയുന്നു. അടുത്തതായി നമ്മുടെ ട്രഷറാണ്. നമ്മുടെ ട്രഷർ ജെസ്സി. നമുക്കറിയാം നമ്മുടെ സംഘടനയ്ക്കൊന്നും വലിയ വരുമാനമില്ല, എന്നിരുന്നാലും നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ അത്യാവശ്യം കാശുകളൊക്കെ മുടക്കുകയും സഹായിക്കുകയൊക്കെ ചെയ്തിരുന്ന ട്രഷർ അടുത്ത ട്രഷർ ജോളിക്ക് സ്ഥാനം കൈമാറുന്നു. ഇനിയും അങ്ങനെ ആകുവാൻ നമുക്ക് ട്രഷർ ഇനിയും സഹായം ചെയ്തുകൊണ്ടിരിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം. ഞാൻ 3 വർഷമായിട്ട് ട്രഷറായിട്ട് 3 പ്രാവശ്യമായിട്ട് ഇരിക്കുമായിരുന്നു. 4ാമത്തെ പ്രാവശ്യം സെക്രട്ടറി ആയി. പിന്നെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തു. അങ്ങനെ ചെയ്യാൻ എന്നെ ദൈവം സഹായിച്ചു. ഇനി തുടർന്ന് സെക്രട്ടറി ആയിട്ടും ഏറ്റവും നല്ലതായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം എനിക്ക് ഉണ്ടായിരിക്കും. ഞാൻ റിപ്പോർട്ട് ബുക്ക് ഞാൻ കയറിയപ്പം കുറച്ച് പൈസയേ ഉള്ളായിരുന്നു. കണക്കൊക്കെ ഉണ്ട്, എല്ലാം നല്ല ഭദ്രമായിട്ട് ഞാൻ 22 അല്ല ഇപ്പൊ ചോദിച്ച് എന്നാ ഉണ്ടെന്ന് അതൊന്നും പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്റെ കയ്യിൽ 100,000 കൂടിയിട്ട് 22,000 രൂപ ഞങ്ങൾ ഫിക്സഡ് ആയിട്ടുണ്ട്. പിന്നെ ബാക്കിയൊക്കെ അപ്പോ തിരുവനന്തപുരത്തിന്റെ പുതിയ പ്രസിഡന്റ്, പഴയ പ്രസിഡന്റ് ജോസ് തെക്കേക്കരയായിരുന്നു. പുതിയ പ്രസിഡന്റായിട്ട് സിബജൻ കോച്ചേരി എന്നായിരുന്നു. അച്ഛൻ വന്നിട്ടില്ല. അതിന് ഇപ്പോൾ പുതിയ ഭാരവാഹിയായിട്ട് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ തോമസ് പാരഡൈസ്. അതുപോലെ ജോയിന്റ് സെക്രട്ടറി തിരഞ്ഞെടുത്തിരിക്കുന്നത് അന്നത്തെ ജോയിന്റ് സെക്രട്ടറി എന്ന് പറയുന്ന ആള് നമ്മുടെ എനിക്ക് തോന്നുന്നു ജോസി ആലഞ്ചേരി സാറായിരുന്നു തോന്നുന്നു. പുതിയ ഭാരവാഹിയായിട്ട് ഇപ്പോൾ ബിജു ജോസഫ് പുതുപ്പറമ്പിലിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. സോറി, ഓർമ്മയില്ലാതെ പറയുന്നതാണ്. കാരണം ഇത്രയും നാളായി നമ്മൾ ഒരു 1.5 വർഷത്തോളം നമ്മൾ ഒരു പ്രവർത്തനമില്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നു. അതുകൊണ്ട് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ടാണ് തെറ്റിപ്പോയെങ്കിൽ ക്ഷമിക്കണം. ട്രഷററായിട്ട് തെരഞ്ഞെടുത്തിരുന്നത് നമ്മുടെ തിരുപ്പൊട്ടിച്ചാനിയായിരുന്നു. പുതിയതായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് ടോണി ആയിരമല. കഴിഞ്ഞ പ്രാവശ്യം കണക്കെല്ലാം വായിച്ച് അത് ഓഡിറ്റ് ചെയ്തതാണ്. ഓഡിറ്റ് ചെയ്ത് ബഹുമാനപ്പെട്ട ഡയറക്ടർ കൗണ്ടർ സൈൻ ചെയ്തതാണ്. അതിലേക്ക് 58 രൂപ 650. കൊറോണയിലെ പുതിയ 2 അംഗങ്ങളോട് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ഈ വർഷത്തെ പുതിയ ഒരു തീരുമാനമാണത്. കൗൺസിലേഴ്സിൽ ഒന്നാമത് നമ്മുടെ ജോസ് തെക്കേക്കരയാണ് ഒരു കൗൺസിലായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. രണ്ടാമതായിട്ട് ജോർജ് കുട്ടി കരിമ്പിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് കൗൺസിലേഴ്സായിട്ട്. ഓക്കെ, ഞാൻ അവസാനിപ്പിക്കുന്നു.
അടുത്തതായിട്ട് പുതിയ ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞയാണ്. ഭാരവാഹികൾ എല്ലാവരും മുന്നോട്ട് വരിക. മാതൃവേദി അംഗങ്ങളുടെ അടുത്ത സൈഡിലും പിതൃവേദി അംഗങ്ങൾ അടുത്ത സൈഡിലും. ഒരു വാക്ക് എന്റെ സ്നേഹമുള്ളവരെ, നമ്മുടെ ചങ്ങനാശ്ശേരി അതിലൂടെ മൊത്തമായിട്ട് നടത്തിയ ഒരു പരിപാടിയാണ് ഇത്രയും ഇടവുകൾ ചേർന്ന് നസ്രാണി തറവാട് എന്ന പരിപാടി. അത് വളരെയധികം കഷ്ടപ്പാടുള്ള ഒരു പരിപാടിയായിരുന്നു. എന്നിരുന്നാലും ആ പരിപാടിക്ക് നമുക്ക് തേർഡ് പ്രൈസ് കിട്ടി. എല്ലാവർക്കും വേറെ പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ പുതിയ ഭാരവാഹികളെ സത്യപ്രതിജ്ഞ ചെയ്ത് അവരുടെ ശുശ്രൂഷ മേഖലകൾ ഏറ്റെടുക്കുകയാണ്. നമുക്കറിയാം, ഇവരെ ഏറ്റെടുക്കുന്ന വലിയൊരു ഉത്തരവാദിത്തം തന്നെയാണ്. അത് നമ്മുടെ ഇടവകയുടെ ആത്മീയപിതാവ് വികാരിച്ചതിനെ മുന്നിൽ വെച്ച് അവരവരുടെ അധികാര ശുശ്രൂഷ മേഖല ഏറ്റെടുക്കുന്നു. നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ, ആദ്യം പിതൃവേദി ഭാരവാഹികളുടെ ചുമതല എടുക്കുന്നു. അതിനുശേഷമായിരിക്കും മാതൃവേദിക്കാർ ചുമതല ഏറ്റെടുക്കുക. അതിൽ ഞാൻ പ്രതിജ്ഞ എഴുതി കൊടുക്കും. അത് അനുസരിച്ച് നിങ്ങൾ ചൊല്ലുക. ആദ്യ ഭാഗം നിങ്ങൾ തന്നെ ഓരോരുത്തരും അവരുടെ പേര് പറയുക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നിൽ എന്ന നിലയിൽ പറഞ്ഞ് അവസാനിപ്പിക്കുക. അതിനുശേഷം അടുത്ത ആൾ പറയുക അവരുടെ സ്ഥാനം എന്താണെന്ന് വെച്ച്. സത്യപ്രതിജ്ഞ ആരംഭിക്കുന്നു. ഇത്തിത്താന യൂണിറ്റ് സെബാസ്റ്റ്യൻ KC എന്ന ഞാൻ പിതൃവേദി സംഘടനയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ സലേഷ് എന്ന ഞാൻ ഇത്തിത്താനം യൂണിറ്റിന്റെ സെക്രട്ടറി എന്ന നിലയിൽ ടൂണി എന്ന ഞാൻ ഇത്തിത്താന യൂണിറ്റിന്റെ കൃഷ്ണൻ എന്ന നിലയിൽ തോമസ് പി.ടി. എന്ന ഞാൻ പിതൃവേദി സംഘടനയുടെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ബിജു വർഗീസ് എന്ന ഞാൻ പിതൃവേദിയുടെ ജോയിന്റ് സെക്രട്ടറിയായി എന്നിൽ അർപ്പിതമായിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളും ചുമതലകളും സത്യസന്ധമായും തീക്ഷ്ണതയോടും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ വിശ്വാസ സത്യങ്ങൾക്കും പിതൃവേദി സംഘടനയുടെ അരൂപിക്കും നിയമാവലിക്ക് വിധേയമായും അതിരൂപത ഡയറക്ടറുടെയും കൊറോണ ഡയറക്ടറുടെയും യൂണിറ്റ് ഡയറക്ടറുടെയും നിർദ്ദേശങ്ങൾക്കനുസരിച്ചും നിർവഹിക്കുന്നതാണെന്ന് ഞാൻ എപ്പോഴും ശരണപ്പെടുന്ന ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൃഢപ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. മാതൃവേദി ഇത്തിത്താനം യൂണിറ്റ് മാതൃവേദി സംഘടനയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ റോസ്ലി കെ കുരുവിള എന്ന ഞാൻ ഇത്തിത്താന യൂണിറ്റിന്റെ മാതൃവേദി സംഘടനയുടെ സെക്രട്ടറി ജെസ്സി ഫിലിപ്പ് കൂടത്തിൽ എന്ന ഞാൻ ഇത്തിത്താന യൂണിറ്റിന്റെ വൈസ് പ്രസിഡന്റായി ജെസ്സി ഫിലിപ്പ് എന്ന ഞാൻ ഇത്തിത്താന യൂണിറ്റിന്റെ ട്രഷററായ ജോലി
എന്ന ഞാൻ ഇത്തിത്താനം യൂണിറ്റിന്റെ ജോയിന്റ് സെക്രട്ടറിയായി ജെസ്സി ജോജി എന്ന ഞാൻ പിന്നിൽ അർപ്പിതമായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളും ചുമതലകളും സത്യസന്ധമായും തീഷ്ണതയോടും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ വിശ്വാസ സത്യങ്ങൾക്കും മാതൃവേദി സംഘടനയുടെ അരൂപിയും നിയമാവലിക്കും വിധേയമായും അതിരൂപത ഡയറക്ടറുടെയും കൊറോണ ഡയറക്ടറുടെയും യൂണിറ്റ് ഡയറക്ടറുടെയും നിർദ്ദേശങ്ങൾക്കനുസരിച്ചും നിർവഹിക്കുന്നതാണെന്ന് ഞാൻ എപ്പോഴും ശരണപ്പെടുന്ന ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൃഢപ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. ഒക്കെ പ്രത്യേകമായിട്ട് പുതിയ ഭാരവാഹികൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരിക്കൽ കൂടി കഴിഞ്ഞ ഒരു വർഷം തീർച്ചയായും നമുക്ക് കൊറോണയുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ പോലും നമ്മളെ നയിച്ച കഴിഞ്ഞ ഭാരവാഹികളെ, ഇപ്പോൾ പടിയിറങ്ങുന്ന ഭാരവാഹികളെ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവിധ സഹകരണവും അർപ്പിച്ചുകൊണ്ട് തീർച്ചയായും നിങ്ങളോടൊപ്പമുണ്ട്. അവർക്ക് എല്ലാവിധ നന്ദിയും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. പുതിയ ഭാരവാഹികൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. അടുത്തതായി പഴയ ഭാരവാഹികൾക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നതോടൊപ്പം യോഗത്തിന് നന്ദി പറയുന്നതിനു വേണ്ടി മാതൃവേദിയുടെ നിയുക്ത പ്രസിഡന്റ് ശ്രീമതി റോസ്ലി കുരുവിളയെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ യോഗത്തിന്റെ ഉദ്ഘാടകനും നമ്മുടെ പ്രിയപ്പെട്ട വികാരിയച്ഛനുമായ റവറൻഡ് ഫാദർ വർഗീസ് കൈതപ്പറമ്പിൽ, നമ്മുടെ യൂണിറ്റിന്റെ ഡയറക്ടറായ ഫാദർ വർഗീസ് കിളിയാട്ടുശ്ശേരി, നമുക്കിപ്പം കുർബാന ചെല്ലാൻ പോയി നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചച്ഛൻ ജസ്റ്റിൻ താന്നിക്കൽ, മാതൃവേദി പിതൃവേദിയുടെ ആനിമേറ്റർ സിസ്റ്റർ ലിസു, മാതൃവേദി പിതൃവേദിയുടെ മുൻ ഭാരവാഹികളെ, പ്രിയ മാതാപിതാക്കളെ, എൻ്റെ സഹപ്രവർത്തകരെ. മാതൃവേദി എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലത്തേക്ക് ഒരു ഓർമ്മ വരുന്നത് എപ്പോഴും എൻ്റെ ഇടവക ദേവാലയം, ആലപ്പുഴ ജില്ലയിൽ മുട്ടാർ എന്ന കൊച്ചു ഗ്രാമത്തില് സെയിന്റ് തോമസ് ദേവാലയം. എനിക്ക് തോന്നുന്നു കുമരഞ്ചിറപ്പള്ളി എന്ന് പറയുമ്പോഴായിരിക്കും കൂടുതൽ ആൾക്കാർക്ക് അറിയപ്പെടുക. അവിടെയായിരുന്നു എൻ്റെ സൺഡേ സ്കൂൾ ജീവിതം. അവിടെ എനിക്ക് ഓർമ്മയുള്ളത് കുറച്ച് അമ്മമാർ അവിടെ ഉണ്ടായിരുന്നു. ഏകദേശം ചെറുപ്പക്കാരെന്ന് പറഞ്ഞ ഒരു 40-45 വയസ്സ് ഉള്ള അമ്മമാർ കുറെ അധികം ഉണ്ടെങ്കിലും 60 വയസ്സിന് മുകളിലുള്ള ചട്ടയും മുണ്ടൊക്കെ എടുത്ത കുറച്ച് അമ്മച്ചിമാരായിരുന്നു അന്ന്. അവരെക്കാൾ സ്ട്രോങ് ആയിട്ട് നിന്നിരുന്ന എന്ത് കാര്യത്തിനും, പള്ളിയിൽ ഏത് കാര്യത്തിനും, പെരുന്നാളാവട്ടെ അല്ലെങ്കിൽ അതുപോലെ നമ്മുടെ ദുഃഖ വെള്ളിയാഴ്ച, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും, കലാമത്സരങ്ങൾക്ക്, എന്ന് വേണ്ട ഏത് കാര്യം വന്നാലും ഈ അമ്മച്ചിമാർ എപ്പോഴും മുന്നിലായിരുന്നു. അപ്പൊ ഞങ്ങൾ പിള്ളേരെ മിഷലീഗൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ചിലപ്പോൾ ഞങ്ങളോട് പറയും, നിങ്ങളൊന്നും ചെയ്യണം, നിങ്ങൾ പൊക്കോ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ദേഷ്യം വരുമായിരുന്നു. അയ്യോ അമ്മച്ചിമാർക്കൊന്നും വേറെ പണിയൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കാറ്. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അന്ന് മാതൃവേദിയല്ല, മാതൃ ജ്യോതിസാണ് അവരന്ന് പ്രവർത്തിച്ചിരുന്ന. അവരുടെ ഊർജവും ശക്തിയുമാണ് ഇന്ന് മാതൃവേദി അതിന്റെ 42ാം വയസ്സിലേക്ക് കടന്ന് നമ്മുടെ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ എല്ലാ സംഘടനകളിലും മുന്നിലായിട്ട് തന്നെ നിൽക്കുന്നത്. അവർ നമുക്ക് പകർന്നു തന്ന ഊർജവും ശക്തിയും ഇനിയും നമ്മുടെ കടമ നമ്മുടെ വരും തലമുറകളിലേക്ക് ഇത് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളിവിടെ കുടുംബവർഷവും ആചരിക്കുന്നു. നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ വേണം നമ്മൾ പ്രേക്ഷിതരായി തുടങ്ങുവാൻ. ഒരു സംഘടനയിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെ നമ്മൾ പ്രേക്ഷിത വേല ചെയ്യുവാനായിട്ടാണ് നിയോഗിക്കപ്പെടുന്നത്. കർത്താവിന് വേല ചെയ്യുവാൻ, തിരുസഭയാകുന്ന വയലിൽ കർത്താവിന് വേല ചെയ്യുവാൻ നിയോഗിക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവർക്ക് നന്മയ്ക്കായി ഉതകത്തക്ക രീതിയിൽ അവരെ ദൈവവിശ്വാസത്തിലേക്ക് നയിച്ചുകൊണ്ട് നമുക്ക് മുന്നേറുവാൻ സാധിക്കണം. കുടുംബവർഷം ആചരിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. വിശുദ്ധ ഔസേപ്പ് പിതാവ് നമുക്ക് കാണിച്ചു തരുന്ന മാതൃക. പ്രിയമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ 8-ാം തീയതി, ഈ മാർച്ച് 8-ാം തീയതി
വനിതാ ദിനം ആചരിക്കുമ്പോൾ നമ്മുടെ മാതാക്കളെ എല്ലാം നമ്മൾ ഒത്തിരി പുകഴ്ത്തി പറഞ്ഞു. അവരാണ് നമ്മുടെ ധീര വനിതകൾ. ഇതൊക്കെ നമ്മൾ ഏറെ പറഞ്ഞു. എങ്കിലും ഞാനൊന്ന് പറയട്ടെ, മാതാവിനോടൊപ്പം നമ്മുടെ പിതാക്കന്മാരും സഹനത്തിലൂടെ കുടുംബത്തിന് അവരുടെ ആ ഒരു ലാളന കൊടുക്കുമ്പോഴാണ് കുടുംബം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത്. മാതാവിനൊപ്പം പിതാവും എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണം. ഇവിടെ വിശുദ്ധ ഔസേപ്പിതാവ് കാണിച്ചു തരുന്ന മാതൃക നമുക്കറിയാം. താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഗർഭിണിയാണെന്ന് കേൾക്കുമ്പോൾ ആരായാലും ഒരു അങ്കലാപ്പിലായിരിക്കും. നമുക്കൊക്കെ അറിയാം, ഇന്ന് നമ്മുടെ വീട്ടിലുള്ള അച്ചായന്മാരൊക്കെ ആണെങ്കിൽ പെണ്ണിന്റെ വീട്ടിലേക്ക് ഓടിച്ചേക്കും. എന്നിട്ട് വഴിയിൽ നിന്ന് 2 പ്രസംഗം, നിങ്ങൾ അങ്ങനെ ചതിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ വിശുദ്ധ ഔസേപ്പിതാവ് ഇവിടെ മൗനമായി തന്നെ അതിനെ എങ്ങനെ നേരിടാമെന്ന് ആലോചിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, അവൾ ഗർഭിണിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. ഇത് വിശ്വസിച്ചുകൊണ്ട്, അതായത് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തൻ്റെ കുടുംബത്തിനു വേണ്ടി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയാണ്. പരിശുദ്ധ കന്യകാമറിയം ദൈവപുത്രന് ജന്മം നൽകുമ്പോൾ ഹെരോദസ് ശിശുവിനെ വധിക്കുവാൻ ആലോചനയിടുമ്പോൾ ഈജിപ്തിലേക്ക് പലായനം ചെയ്യാൻ ദൈവദൂതൻ വന്ന വിശുദ്ധ ഔസേപ്പിതാവിനോട് പറയുമ്പോൾ യാതൊരു ശങ്കയും കൂടാതെ ഈജിപ്തിലേക്ക് പോവുകയാണ്. അവിടെയാണ് നമ്മൾ അനുസരണം വിശുദ്ധ ഔസേപ്പിതാവ് കാണിച്ചു തരുന്നത്. കുടുംബത്തിലൂടെ പോകുമ്പോൾ നമ്മൾ വിശുദ്ധ ഔസേപ്പിതാവിനെ തീർച്ചയായും മാതൃകയാക്കണം. പ്രിയമുള്ളവരെ, പിതൃവേദി സംഘടനയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് വേണ്ടതും ഇത് തന്നെയാണ്. പൂർണ്ണമായ ദൈവവിശ്വാസവും അനുസരണവും എളിമയും. നമ്മൾ വ്യക്തിപരമായി പലരോടും നമുക്ക് വൈരാഗ്യങ്ങളുണ്ടാകാം. പക്ഷേ അത് നമ്മുടെ സംഘടനയിൽ, പ്രിയമുള്ളവരെ, ഞങ്ങളുടെ 3, 4 അല്ലെങ്കിൽ 5 പേര് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അവരാണെങ്കിലും ഈ സംഘടനയുടെ എല്ലാം അല്ലെങ്കിൽ അവർക്കാണ് അതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ നിങ്ങൾ ഓരോരുത്തരുമാണ് ഞങ്ങളുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ഞങ്ങളുടെ നട്ടെല്ല് നിങ്ങൾ ഓരോരുത്തരുമാണ്. എങ്കിലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഒറ്റയ്ക്ക് നടന്നാൽ ഏറെ നടക്കാം, എന്നാൽ കൂട്ടത്തോടെയാണെങ്കിലോ മൈലുകൾ താണ്ടാം. അതേ പ്രിയമുള്ളവരെ, നമുക്കിന്ന് നമ്മുടെ യൂണിറ്റിനെ മൈലുകൾ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ഞങ്ങളോടൊപ്പം സഹകരിക്കണമെന്ന ഒരു അഭ്യർത്ഥനയുണ്ട്. നമുക്ക് ഒരു പ്രേക്ഷിത വേലയായി തന്നെ കണ്ടുകൊണ്ട് നമുക്കിതിൽ ഒരുമിച്ച് പ്രവർത്തിക്കാം. ഇവിടെ മുൻ ഭാരവാഹികൾ കഴിഞ്ഞ 2 വർഷക്കാലം നമുക്ക് നമ്മുടെ പിതൃവേദിയെ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ട ഭാരവാഹികൾ, പ്രസിഡന്റ്, സെക്രട്ടറി, അങ്ങനെ ജോയിന്റ് സെക്രട്ടറി, ട്രഷറർ, എല്ലാവരും ഒത്തൊരുമയോടുകൂടെ നിന്നുകൊണ്ട് ശക്തമായി തന്നെ നമ്മുടെ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോയി. അവർക്ക് എല്ലാവർക്കും സംഘടനയുടെ പുതിയ ഭാരവാഹികളുടെ പേരിൽ, ഈ സംഘടനയുടെ പേരിൽ ഞാൻ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. സ്നേഹബഹുമാന്യനായ വികാരിയച്ച, ബഹുമാനപ്പെട്ട വർഗീസ് കല്യാട്ടേശ്ശേരി അച്ഛ, ബഹുമാനപ്പെട്ട ജസ്റ്റിൻ അച്ഛ, ബഹുമാനപ്പെട്ട ആനുവേദ സിസ്റ്റർ, മാതൃവേദിയുടെ മുൻ പ്രസിഡന്റ് ശ്രീമതി ടെസി കൂടത്തിൽ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മുടെ മാതൃപിതൃവേദിയുടെ പുതിയ ഭാരവാഹികളുടെ ചുമതല അവരെ ഏറ്റെടുത്തു. നമ്മൾ പുതിയൊരു പ്രവർത്തന വർഷം നമ്മുടെ വികാരിയച്ഛനെ ഉദ്ഘാടനം ചെയ്തു. എല്ലാം കഴിഞ്ഞ് വളരെ സന്തോഷമായിട്ടിരിക്കുകയാണ്. സമയം ഒത്തിരി പോയതുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് നേരെ കടക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ സമ്മേളനത്തിന് നമുക്ക് നല്ല സന്ദേശം നൽകി ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട വികാരിയച്ഛന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി. അതോടൊപ്പം ഈ യോഗത്തിന് അധ്യക്ഷപദം അലങ്കരിച്ച്
നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി കൊടുത്ത അച്ഛൻ പറഞ്ഞു ഞാൻ പഠിക്കുകയാണെങ്കിലും എല്ലാ കാര്യത്തിലും ഞങ്ങളോടുണ്ട് എന്ന് പറഞ്ഞ നമ്മുടെ ഡയറക്ടർ റവർ ഫാദർ വർഗീസ് വിളിയാട്ടിശ്ശേരി അച്ഛന് എല്ലാവരുടെയും പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമുക്ക് ചെറിയൊരു സന്ദേശം നൽകി കുർബാനയ്ക്ക് പോയ നമ്മുടെ കൊച്ചച്ഛന് എല്ലാവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ നമ്മുടെ ആനിമേറ്റർ സിസ്റ്റർ ഉണ്ട് ഇവിടെ. ആനിമേറ്റർ സിസ്റ്റർ പറഞ്ഞു, ആനിമേറ്റർ സിസ്റ്റർ ഫൊറോനല്ല, വലിയ ഫൊറോനായിരുന്നപ്പോൾ നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ അയച്ചാലൊക്കെ പോയി തർക്കിച്ചിട്ടൊക്കെ ഉണ്ട്. നമ്മൾ ഒരു കാര്യം ഒത്തിരി മെമ്മറികൾ നമ്മളോട് അയവർക്ക്, അതുപോലെ തന്നെ ഇനിയും നമുക്ക് ഒത്തിരി എത്തിപ്പിടിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ ഇടവക്കാരിയായ നമ്മുടെ ആനിമേറ്റർ സിസ്റ്ററിന് എല്ലാവരും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ മുൻ വനിതാ മാതൃവേദി പ്രസിഡന്റിന് എല്ലാവരും പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ പഴയ ഭാരവാഹികൾക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പുതിയ ഭാരവാഹികൾക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഇന്ന് ഇത്രയും സമയം കുർബാന തുടങ്ങിയിട്ടും വളരെ സ്നേഹത്തോടും ക്ഷമയോടും കൂടി ഇവിടെ ഇത്രയും നേരം ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും, ഞാനെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും എല്ലാവരെയും കൂടി ചേർത്തുകൊണ്ട് എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി. താഴെ കാപ്പി കടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്.